നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധ റൂഹ വഴി അവിടുന്ന് ഞങ്ങളെ വിശ്വാസത്തിൽ വളർത്തുകയും നയിക്കുകയും ചെയ്യുന്നു. സത്യവിശ്വാസം ലോകാവസാനം വരെ പകർന്നു കൊടുക്കാൻ അവിടുന്ന് പരിശുദ്ധ സഭയെ ഉപകരണം കൂടിയാക്കി. കർത്താവെ, അവിടുന്ന് തന്നെയാണ് യുഗാന്ത്യം വരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് പഠിപ്പിക്കുന്നവ, പരിശുദ്ധാത്മാവ് വീണ്ടും അനുസ്മരിപ്പിക്കുന്നവ സദാപൂർവ്വം സ്വീകരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ അമ്മ, ഞങ്ങൾക്ക് വേണ്ടി തുറന്നുള്ള സമയങ്ങളിൽ പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കൂട്ടായ്മയെ അവിടുന്ന് ആശീർവദിക്കണമേ. വിശ്വാസ രഹസ്യങ്ങൾ ആഴത്തിലറിയാൻ ആഗ്രഹിക്കുകയും ദൈവിക ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ എളിയദാസരുടെ പ്രാർത്ഥനകളും യാചനകളും അവിടുന്ന് ദയാപൂർവം സ്വീകരിക്കണമേ. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ മാതാവേ അമ്മ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെ? കേൾക്കുന്നില്ലേ? കേൾക്കാം. നമ്മുടെ കൗൺസിൽ പരമ്പരയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. നിങ്ങളുടെ ആരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സാധാരണ വെളുത്ത നിറത്തിൽ കാണാറുള്ള അച്ഛനെ ഇന്നെന്താണ് ഇങ്ങനെ കറുത്ത നിറത്തിൽ കാണുന്നതെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. വളരെ സാധ്യതയുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രബോധനങ്ങളുടെ രണ്ടാമത്തെ ഡോക്യുമെന്റ് ആകുന്ന ദൈവവർബത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവവചനം എന്നാണ് ദൈവവർബും എന്നതിന്റെ ദൈവവചനം എന്നോ ദൈവാവിഷ്കരണം എന്ന് കുറച്ചുകൂടെ കൃത്യമായി ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തുകൂടി നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ സ്വകാര്യ വെളിപാടുകൾ, ദ റെവലേഷൻ എന്ന് പറയുന്ന ദൈവിക വെളിപാടിനെ കുറിച്ച് പറഞ്ഞു. ഇനി സ്വകാര്യ വെളിപാടുകൾ എന്ന് പറയുന്ന ഒരു മേഖലയെ കുറിച്ച് നമ്മൾ ചെറുതായിട്ട് കേട്ടു. എന്നിട്ട് ഇന്ന് ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട രണ്ടാം അധ്യായത്തിലേക്ക്, ഈ ഡോക്യുമെന്റ് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഈ രണ്ടാമത്തെ അധ്യായത്തിന്റെ പേര് ദൈവിക വെളിപാടിന്റെ സംപ്രേക്ഷണം എന്നാണ്. ഇതെന്തായിരിക്കും? ദൈവിക വെളിപാടിന്റെ സംപ്രേക്ഷണം. സംപ്രേക്ഷണം എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം, അല്ലെങ്കിൽ സംപ്രേഷണമാണ് മലയാളം, അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്മിഷൻ എന്നാണ്. ദൈവിക വെളിപാട് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്? ഇതാണ് നമ്മുടെ ഈ ദിവസങ്ങളുടെ വിഷയം. നമ്മൾ സംസാരിച്ചു തുടങ്ങുന്നത് 7ാമത്തെ പാരഗ്രാഫ് തൊട്ടാണ്. രണ്ടാമത്തെ അധ്യായമാണ് തുടങ്ങുന്നത്, 7ാം പാരഗ്രാഫിലാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ സഭയുടെ ഡോക്യുമെന്റുകൾ അത് പേജ് നമ്പർ വെച്ചല്ല നമ്മൾ പറയുന്നത്, പാരഗ്രാഫ് നമ്പറുകളിലാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ പാരഗ്രാഫ് എടുത്തു പറഞ്ഞത്. നമുക്ക് തുടങ്ങേണ്ട ചോദ്യം ഇതാണ്. ഈ മിശിഹ ലോകചരിത്രത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഭൂമിയിലേക്ക് വന്നു, അല്ലെ? മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ സുദീർഘമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നിട്ട് ചരിത്രത്തിന്റെ ഒരു നിർണായക ഘട്ടത്തിലാണ് അവിടുന്ന് ഭൂമിയിലേക്ക് വന്നത്. കുറച്ച് ദിവസം മുമ്പ് എന്നോട് ഒരാൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് ദൈവം ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത് ഭൂമിയിലേക്ക് വരാൻ? ഒരു കാറ്റിസൻ കുട്ടി ചോദിച്ച ചോദ്യം കാറ്റിസൻ ടീച്ചർ എന്നോട് എനിക്ക് അയച്ചു തന്ന് ചോദിച്ചതാണ്. കർത്താവ് എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ഇങ്ങനെ കാത്തിരുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ് പറഞ്ഞ പ്രശ്നം ഇതാണ്. ദൈവം ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെ അയച്ചു. ഈ പ്രവാചകന്മാരെയൊക്കെ അവർത്തുകാർ കൊന്നു. എന്നിട്ട് അവരിങ്ങനെ തിന്മയിൽ കഴിഞ്ഞു. എന്നിട്ട് അവസാനം ഇത്രയും നൂറ്റാണ്ടുകൾ, നമുക്ക് പരിചയം അനുസരിച്ചാണ് പോലും ധാരാളം ഒരു മില്ലേനിയംസ് പോലും കഴിഞ്ഞിട്ടാണ് ഈശോ വരുന്നത്. ഈശോ കുറച്ചുകൂടെ നേരത്തെ വന്നായിരുന്നെങ്കിൽ ഈ ഇത്രയും ആളുകളെ രക്ഷിക്കാമായിരുന്നില്ലേ? അത്രയും ആളുകൾക്ക് വിശ്വാസത്തിലേക്ക് പ്രവേശിക്കാനൊക്കെ പറ്റുമായിരുന്നില്ലേ? എന്തിനാണത് അവസാനം വരെ കാത്തുവെച്ചത് എന്ന് ഒരാൾ ചോദിച്ചു. ഞാൻ എന്ത് മറുപടി പറഞ്ഞാന്ന് ചോദിച്ചിട്ടാണ് കാറ്റിസൻ ടീച്ചറിനോട് ചോദിച്ചത്. ഞാനതിന്റെ കുറെ കാരണങ്ങളൊക്കെ ഇങ്ങനെ അവരോട് പറഞ്ഞു. ദൈവം ഒരു ജനത്തെ വളർത്തിയെടുക്കുന്നതിനെ കുറിച്ച്, അതുപോലെ പ്രവാചകന്മാരുടെ ദൗത്യം എന്തായിരുന്നു, ഇങ്ങനെ നടക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി എൻ്റെ ഒരു ചോദ്യം ഇതാണ്. ഈ ചരിത്രത്തിന്റെ ഒരു നിർണായക ഘട്ടത്തിൽ ഈശോ ഭൂമിയിലേക്ക് വന്നു, ശരിയാണ്. അവിടുന്ന് സംസാരിച്ചു, അവിടുന്ന് പഠിപ്പിച്ചു. പക്ഷേ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ എന്തോരം ഭാഗ്യവാന്മാരായിരുന്നു, അല്ലെ? ഈശോയെ നേരിട്ട് കാണാനും നേരിട്ട് ഈശോയിൽ നിന്ന് കേൾക്കാനും അവിടുന്ന് തന്നെ മുറിച്ചു കൊടുക്കുന്ന അപ്പമൊക്കെ സ്വീകരിക്കാനും അവിടുത്തെ അത്ഭുതങ്ങളൊക്കെ കാണാനും കൂടെ നടക്കാനും
അവിടുത്തെ ഉത്ഥാനത്തിനൊക്കെ സാക്ഷിയാകാനൊക്കെ കഴിഞ്ഞ ആളുകൾ എന്തോരം ഭാഗ്യവാന്മാരാണ്. നമ്മുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കിതുപോലെ ഒരു പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ അല്ലെ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യേശു ഉത്ഥാനം ചെയ്തുവെന്ന് നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാം, പക്ഷെ പറഞ്ഞു കേട്ടതാണ്. ലോക ചരിത്രത്തിൽ ജീവിക്കുന്ന ഏതൊരാൾക്കും ഇങ്ങനെ ഒരു പരിഭവം ഈശോയോട് പറയാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അവർക്ക് വേണമെങ്കിൽ പറയാം, കർത്താവെ, ഞാൻ എന്തുകൊണ്ടാണ് ആ കാലത്ത് ജനിക്കാതിരുന്നത്? ഞാൻ ആ കാലത്ത് ജനിച്ചാൽ മതി. ഇല്ലെങ്കിൽ അങ്ങ് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കാലത്ത് ജനിക്കാതിരുന്നത്? ആ കാലഘട്ടത്തിലെ ജനത്തിന് എന്താണ് ഒരു പ്രത്യേകത? അവർക്ക് മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് കിട്ടുന്നത് ഞങ്ങൾക്കൊന്നും കിട്ടാതെ പോകുന്നത് എന്താണ് എന്ന് ചോദിക്കാൻ വേണമെങ്കിൽ അതിന്റെ ഉത്തരത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ദൈവം, ഈശോ അങ്ങനെ ഒരു അനീതി കാണിച്ചോ? നമ്മളെ കർത്താവ് തന്റെ രക്ഷാകര പ്രവൃത്തികൾ അറിയിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയോ? അല്ലെങ്കിൽ അത് നേരിട്ട് കേൾക്കാൻ കഴിയുന്ന ഒരു സാധ്യത നമുക്ക് നിഷേധിക്കപ്പെട്ടോ? ഇതാണ് ചോദ്യം. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ നേരിട്ട് കേൾക്കാൻ കഴിയുന്ന ആ സാധ്യത നമുക്ക് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണുകൊണ്ട് അത് കണ്ടിട്ടില്ല. ഇനി അടുത്ത കാര്യം, എന്നതുകൊണ്ട് അതൊരു കുറവാണോ എന്നാണ്. എന്ന് പറഞ്ഞാൽ നേരിട്ട് കണ്ട ഒരു കാര്യം, ഇപ്പൊ ഉദാഹരണം നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചു നോക്കുക. ഒരാൾ പോയി ഒരു ചലച്ചിത്രം, ഒരു സിനിമ കാണുന്നു. അപ്പൊ ഞാനും വരട്ടെ എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു, വേണ്ട, ഞാൻ പോയി കണ്ടിട്ട് വന്ന് കഥ പറയാം, കഥ അറിയാൻ മതിയല്ലോ, ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ആള് പോയി സിനിമ കണ്ടിട്ട് വന്ന് നമ്മളോട് ഈ കഥയെല്ലാം പറഞ്ഞു. നമ്മൾ വലിയ ആകാംക്ഷയോടെ ഈ കഥയെ കേട്ടിരുന്നു. പക്ഷെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ ആ സങ്കടം നിലനിൽക്കും. ഇത് നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ, നേരിട്ട് കണ്ടാൽ മനസ്സിലാകുന്നത് പോലെ ഈ കഥ പറഞ്ഞു കേട്ടാൽ മനസ്സിലാവുമോ എന്നൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യം ഈ കാര്യത്തിൽ ബാധകമാണോ എന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് അപ്പസ്തോലന്മാർ, സ്ലീഹന്മാരൊക്കെ അന്ന് കണ്ടു, അന്ന് അവർ കേട്ടു. ഇന്ന് അവർ പറഞ്ഞത് കേട്ടവർ പറഞ്ഞത് അങ്ങനെ നമ്മൾ കേൾക്കുന്നുള്ളൂ. അത് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും അന്ന് കേട്ടതിന്റെ ക്വാളിറ്റിയും രീതിയും ഒക്കെ ഉണ്ടാകുമോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം നഷ്ടപ്പെട്ടില്ല എന്നാണ് ചോദ്യം. ഉത്തരം പറയുമ്പം ആദ്യം പറയാവുന്നത്, നേരിട്ട് കേൾക്കുക എന്ന ഒരു സാധ്യത നമുക്ക് നഷ്ടപ്പെട്ടു. ഇനി രണ്ടാമത്തത്, ഒരു സിനിമ കണ്ടിട്ട് അതിന്റെ കഥ പറഞ്ഞ് കേൾക്കുന്ന ആളുകൾ, അവർക്ക് ആ സിനിമയുടെ ആസ്വാദ്യത വലിയ പങ്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നതുപോലെ ഇത് കേട്ട് വിശ്വസിച്ച നമുക്ക് അങ്ങനെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ് ഇതിനകത്തെ കാര്യം. നഷ്ടപ്പെട്ടിട്ടില്ല. അതൊരു ഭയങ്കര അത്ഭുതകരമായ ചോദ്യമായിരിക്കും. എന്തുകൊണ്ടാണ് നമുക്ക് നഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത്? നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തീർത്ത് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം നമുക്ക് അന്ന് അവരനുഭവിച്ച വിധത്തിൽ അത് അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആ വിഷയമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ അടിസ്ഥാന മേഖല. ഇങ്ങനെയാണ് അത് ആരംഭിക്കുന്നത്. എല്ലാ ജനപദങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തിയവ ശാശ്വതമായി അഭംഗുരം നിലനിൽക്കുന്നതിനും എല്ലാ തലമുറകൾക്കും പകർന്നു കൊടുക്കുന്നതിനും അവിടുന്ന് കരുണാപൂർവം ക്രമീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാരഗ്രാഫ് തുടങ്ങുന്നത്. ശ്രദ്ധിച്ച് കേട്ട് നോക്കിയേ. എല്ലാ ജനപദങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആളുകൾ ചോദിക്കും, എന്തുകൊണ്ടാണ് അബ്രാഹത്തെ തെരഞ്ഞെടുത്തത്? നമ്മുടെ നാട്ടിലെ ഒരാളെ തെരഞ്ഞെടുക്കാത്തത് എന്തുകൊണ്ട്? അല്ലെങ്കിൽ ദൈവം എന്തുകൊണ്ടാണ് ആ ഒരു ജനത്തിന് മാത്രം ഒരു സ്പെഷ്യൽ പ്രിവിലേജ് കൊടുത്തത്, ബാക്കി ജനത്തിനൊക്കെ ഒന്നും കൊടുക്കാതെ പോയത് എന്തുകൊണ്ടാണ്? അങ്ങനെ ആളുകൾ ചോദിക്കും. അതിന്റെ ഉത്തരം ഇതാണ്: ആരെ തെരഞ്ഞെടുത്താലും സകല ജനത്തിനും വേണ്ടിയാണ്. അതിപ്പോ അബ്രാഹം ആയാലും ശരി, നമ്മുടെ നാട്ടിലെ ഒരു മനുഷ്യനെ ആയിരുന്നെങ്കിലും ശരി, ഇത് സകല ജനത്തിനും വേണ്ടിയുള്ളതാണ്. അബ്രാഹത്തെ വിശുദ്ധ പ്രബോധനങ്ങൾ വിളിക്കുന്ന ഒരു സ്റ്റെം എന്നാണ്, ഒരു തായ്തണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ ശാഖകളും ഒട്ടിച്ചു ചേർക്കപ്പെടാൻ വേണ്ടിയുള്ള തായ്തണ്ട്. അപ്പൊ തായ്തണ്ടിന്റെ മെച്ചം എന്നതിനേക്കാൾ തായ്തണ്ടിന്റെ പർപ്പസ് ശാഖകളെ അതിൽ ചേർത്ത് നിർത്തുക എന്നതാണ്. അതുകൊണ്ട് ഒരു തായ്തണ്ടിനെ തെരഞ്ഞെടുക്കുമ്പോൾ തായ്തണ്ടിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പല്ല, ശാഖകൾക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. അബ്രാഹത്തെ ദൈവം തെരഞ്ഞെടുക്കുമ്പം സകല ജനതകളും അബ്രാഹത്തിൽ ഒന്നായി ദൈവത്തെ അറിയണം എന്ന് ദൈവം ആഗ്രഹിച്ചു. അഥവാ അബ്രാഹത്തിലൂടെ നൽകപ്പെട്ട വെളിപാട് ലോക ജനതയ്ക്ക് മുഴുവനും ലഭിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു. അഥവാ ലോക ജനതയ്ക്ക്, സകല ജനത്തിനും വേണ്ടിയാണ് അബ്രാഹത്തെ തെരഞ്ഞെടുക്കുന്നത്. അബ്രാഹം ഒരു തായ്തണ്ടിന്റെ ഫംഗ്ഷനാണ് യഥാർത്ഥത്തിൽ രക്ഷാചരിത്രത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് അബ്രാഹത്തോടൊരു പ്രത്യേക പ്രിവിലേജോ മറ്റുള്ളവരെ അവഗണിക്കലോ നടക്കുന്നില്ല. പകരം ഒരു വ്യക്തിയുടെ പറഞ്ഞാൽ അബ്രാഹം അനേകർക്കു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടു. അബ്രാഹം ഒരു മീൻസ് ആണെങ്കിൽ ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരൊക്കെയാണ് അതിന്റെ എൻഡുകൾ. ദൈവത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സകലരുമാണ്. അതുകൊണ്ടാണ് എല്ലാ ജനപദങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ശാശ്വതമായി അഭംഗുരം നിലനിൽക്കാൻ എന്ന് പറഞ്ഞാൽ ശാശ്വതമായി നിലനിൽക്കണം.
അത് ആ ചരിത്രത്തിന്റെ ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഈശോ വന്ന് ജീവിച്ചു പോയ 1-ാം നൂറ്റാണ്ടിന്റെ മിശിഹായ്ക്ക് ശേഷമുള്ള നൂറ്റാണ്ടുകളെ കുറിച്ചാണ് പറയുന്നത്. 1-ാം നൂറ്റാണ്ടിന്റെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർക്ക് മാത്രമല്ല, അത് ശാശ്വതമായി എന്നും 1-ാം നൂറ്റാണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ചുമ്മാ സൂചിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് അടുത്ത കാലത്ത് കാണുന്ന ഒരു പ്രവണതയാണ് AD BC എന്നതിന് പകരം BCE കോമൺ ഏര എന്നൊക്കെ എഴുതുന്ന ഒരു പ്രവണത നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. നമ്മുടെ ക്രിസ്ത്യാനികൾ ഒത്തിരി പേര് അങ്ങനെ എഴുതാറുണ്ട്. AD BC എന്നതിന് പകരം BCE കോമൺ ഏര CE എന്നൊക്കെ എഴുതുന്ന കണ്ടിട്ടുണ്ട്. ഇത് വളരെ ബോധപൂർവം ക്രിസ്ത്യൻ കൾച്ചറിന്റെ എതിരെ നടത്തുന്ന ഒരു പ്രവണതയാണ്, ഒരു പ്രവർത്തനമാണെന്ന് നമ്മളെങ്കിലും അറിഞ്ഞിരിക്കണം. അതായത് മിശിഹായുടെ പേരിലാണ് ലോകചരിത്രം രണ്ടായി അറിയപ്പെടുന്നത്. ബിഫോർ ക്രൈസ്റ്റ്, അന്നോ ഡൊമിനി, കർത്താവിന്റെ വർഷമാണ് AD എന്ന് പറയുന്നത്. അന്നോ ഡൊമിനി, ദൈവത്തിന്റെ വർഷം, ദൈവത്തിന്റെ കാലം ആരംഭിക്കുന്നു എന്നാണ് AD തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ് ആണ്. മിശിഹായ്ക്ക് മുമ്പുള്ള കാലഘട്ടവും മിശിഹായുടെ കാലഘട്ടവും, മിശിഹായ്ക്ക് മുമ്പുള്ള കാലഘട്ടവും മിശിഹായുടെ കാലഘട്ടവും എന്നാണ് അത്. അപ്പൊ മിശിഹായോട് താല്പര്യമില്ലാത്ത ആളുകൾ സെക്യുലറൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ വേർഡിങ്ങുകൾ പോലും എടുത്തു കളയും. നമ്മൾ അങ്ങനെ എഴുതുന്ന ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെ വെട്ടിയിട്ട് കൃത്യമായിട്ട് എഴുതണം AD BC എന്ന് എഴുതുകയും, നമ്മുടെ കുറിച്ചൊക്കെ അധ്യാപകരൊക്കെ ഉണ്ടല്ലോ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുമ്പോൾ അങ്ങനെയല്ല. അത് അടുത്ത കാലത്ത് കൊണ്ടൊരു സാധനമാണ്, അതല്ല ശരിക്കുള്ളത്. AD BC എന്ന് തന്നെ പറയണം എന്ന് നമ്മൾ പറയാം. നമ്മൾ ചിലപ്പോൾ ഒരു ഭംഗിയാണ്, കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയി എന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ഇടയ്ക്ക് കാണാറുള്ള ഒരു കാര്യമാണ്, എന്റെ കൂട്ടത്തിലൊക്കെ പറഞ്ഞു പോയതാണ്, പല സ്ഥലങ്ങളിലും മാമോദീസ നടക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പൊ കാർഡുകൾ അടിക്കുക, ഓഡിറ്റോറിയങ്ങളൊക്കെ അലങ്കരിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട്. കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്, അവിടെ എഴുതി വെക്കുന്നത് ക്രിസ്ത്യനിങ് എന്നാണ്. ക്രിസ്ത്യനിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലെ? ക്രിസ്ത്യനിങ് എന്ന് വിളിക്കുന്നു, കൊച്ചിന്റെ ക്രിസ്ത്യനിങ് ആണ് ഇന്ന ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് കാർഡുകളെ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ആളുകൾ അങ്ങനെ എഴുതി തുടങ്ങിയതെന്ന് എനിക്കറിഞ്ഞുകൂടാ. എവിടെയോ ആരോ ചെയ്യുന്നത് കണ്ടു, ഒരു വെറൈറ്റി പേരിരിക്കട്ടെ എന്നാ പിന്നെ ക്രിസ്ത്യനിങ് ആകട്ടെ. ഇത് വെറും ക്രിസ്ത്യനിങ് അല്ല. ക്രിസ്ത്യനിങ് എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രൊട്ടസ്റ്റന്റ് ശൈലിയിലുള്ള പ്രയോഗമാണ്. ഒരു ആംഗ്ലിക്കൻ പശ്ചാത്തലത്തിലോ പ്രൊട്ടസ്റ്റന്റ് പശ്ചാത്തലത്തിലോ ഒക്കെയാണ് അവർ ക്രിസ്ത്യനിങ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യനാക്കൽ, ക്രിസ്ത്യാനിയാക്കൽ എന്നാണ് അതിന്റെ ഒരു ചെറിയ ധ്വനി. ഇത് വെറുതെ ഒരു ക്രിസ്ത്യാനിയാക്കൽ അല്ല, അത് പകരം അതൊരു കൂദാശയാണ്, പരിശുദ്ധ കൂദാശയാണ്. ആ കൂദാശയ്ക്ക് ഒരു പേരുണ്ട്, ഹോളി ബാപ്റ്റിസം എന്നോ പരിശുദ്ധ മാമോദീസ എന്നോ എഴുതാം. ഈ മാമോദീസ എന്നൊക്കെ പറയുന്നത് ഏറ്റവും ഉചിതമായ പദമാണ്. നമ്മുടെ പൗരസ്ത്യ പാരമ്പര്യത്തിലുള്ള പദമാണ്. അതിന്റെ അതേ ഭാവത്തിൽ തന്നെ അതേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് മാമോദീസ, പരിശുദ്ധ മാമോദീസ എന്ന് പറയാം. ഇനി ഇംഗ്ലീഷ് വേണോ, ബാപ്റ്റിസം എന്ന് എഴുതാം. കാരണം അതാണ് ആ സാക്രമെന്റിന്റെ പേര്. കൂദാശകളില്ലാത്ത ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ക്രിസ്ത്യനി. കൂദാശകളെ അംഗീകരിക്കാത്ത ആളുകൾ, പ്രൊട്ടസ്റ്റന്റുകാരൊക്കെ കൂദാശകളെ അംഗീകരിക്കുന്നില്ല. അവരവരുടെ ജ്ഞാനസ്നാനത്തിന് അവർ ക്രിസ്ത്യനിങ് എന്നൊക്കെ അങ്ങ് പറഞ്ഞു തുടങ്ങി. പിന്നെ അത് പെട്ടെന്ന് അങ്ങ് പോപ്പുലറായി. എന്തെങ്കിലും ഒരു പുതിയ കാര്യം കണ്ടാ ഇത് ഭയങ്കര വെറൈറ്റി ആണല്ലോ, രണ്ടുപേരും നോട്ടീസ് ചെയ്യുന്നതൊക്കെ ഓർത്തിട്ടാണ് ആളുകൾ അത് ചെയ്യുന്നത്. ദയവായി നമ്മുടെ മാമോദീസകൾ എന്ന് തന്നെ അറിയപ്പെടണം. അതൊരിക്കലും ചുമ്മാ ക്രിസ്ത്യനിങ് അല്ല, പരിശുദ്ധ മാമോദീസ എന്ന് എഴുതണം. വെറുതെ മാമോദീസ എന്നല്ല, പരിശുദ്ധ മാമോദീസ. അതൊരു പരിശുദ്ധ കുർബാന എന്നൊക്കെ പറയുന്ന പോലെ, തിരുപ്പട്ടം എന്നൊക്കെ പറയുന്ന പോലെ കൂദാശയാണ്. കൂദാശകളെ വിളിക്കുമ്പോൾ പരിശുദ്ധ കുമ്പസാരനോ, നീ കുമ്പസാരിച്ചോടാ എന്ന് ചോദിക്കുന്നതിന് പകരം പരിശുദ്ധ കുമ്പസാരം സ്വീകരിച്ചോ എന്ന് ചോദിക്കണം. നമ്മൾ ഇതൊക്കെ വെറുതെ കുമ്പസാരിച്ചു എന്നൊക്കെ പറഞ്ഞ പോലെ അത് പലരും അത് ഏറ്റെടുക്കുകയും സമൂഹത്തിലൊക്കെ പോലും ഇത് വളരെ ഇങ്ങനെ അവഹേളിക്കപ്പെടാൻ കാരണം നമ്മളെപ്പോഴും അതിനെ പരിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്നത് നല്ലതാണ്. നമ്മുടെയൊക്കെ സോഷ്യൽ സ്ട്രക്ചറിലൊക്കെ ചിലപ്പോൾ ചില മതങ്ങളുടെയൊക്കെ വിശുദ്ധമെന്ന് അവർ കരുതുന്ന ഗ്രന്ഥങ്ങളുടെയൊക്കെ അങ്ങനെ പരിശുദ്ധ ഇന്ന പുസ്തകം എന്നൊക്കെ പറയും. നമ്മളൊരു ഹോളി ബൈബിൾ എന്ന് പോലും പറയില്ല, ബൈബിൾ നിയമം പറയും, ബൈബിൾ എടുത്തുകൊണ്ടുപോവാ എന്നൊക്കെ പറയും. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് എന്തുകൊണ്ട് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് പോലെ പരിശുദ്ധ കുമ്പസാരം, വിശുദ്ധ ബൈബിൾ എന്നൊക്കെ പറഞ്ഞുകൂടാ? ഇതിനകത്ത് ഒത്തിരി അർത്ഥമുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇറങ്ങി പറഞ്ഞതാണ്. പറഞ്ഞു വന്നത്, യുഗാന്ത്യം വരെ അത് ശാശ്വതമായി നിലനിൽക്കാനും എല്ലാ തലമുറകൾക്കും പകർന്നു കൊടുക്കാനും ദൈവം ആഗ്രഹിച്ചു. അവിടുന്ന് അത് ക്രമീകരിച്ചു എന്നതാണ് ആദ്യത്തെ കാര്യം. ദൈവം അത് ക്രമീകരിച്ചിട്ടുണ്ട്. മിശിഹ ഭൂമിയിൽ വന്ന് മനുഷ്യാവതാരം ചെയ്ത് ഇവിടെ അന്നുണ്ടായിരുന്ന കുറച്ചു പേരോട് സംസാരിച്ചിട്ട് അങ്ങ് പോവുകയായിരുന്നില്ല. പകരം യുഗാന്ത്യം വരെ തന്റെ വാക്കുകൾ ഈ ഭൂമിയിൽ മുഴങ്ങാനും തന്നെ കണ്ടതുപോലെ തന്നെ കാണാനും തന്നിൽ നിന്ന് സ്വീകരിച്ചത് അതേ ചൈതന്യത്തോടെ കുറച്ചുകൂടെ ശക്തമായി സ്വീകരിക്കാനുമുള്ള സംവിധാനം ഒരുക്കിയിട്ടാണ് അവിടുന്ന് ഈ ഭൂമിയിൽ നിന്ന്
മറയുന്നത് എന്ന് പറയുമ്പോഴും അവിടുന്ന് അരുൾ ചെയ്തു, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് അവിടുന്ന് അരുൾ ചെയ്തു. അപ്പോൾ മനുഷ്യാവതാര അവസ്ഥയിൽ നിന്ന് അവിടുന്ന് ഉദ്ധാനം ചെയ്യുമ്പോൾ സകലതും അവസാനിപ്പിച്ചിട്ടല്ല അവിടുന്ന് പോകുന്നത്. താൻ ചെയ്തപ്പോൾ സ്വീകരിച്ച അതേ വിധത്തിൽ സ്വീകരിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടാണ്. സംവിധാനം ഒരുക്കി എന്നുള്ള വാക്ക് തന്നെയാണത്. ക്രമീകരിച്ചിട്ട് ആണ് അവിടുന്ന് കടന്നു പോകുന്നത്. അത് അവിടുത്തെ കാരുണ്യമാണ് എന്ന് തിരുസഭ പഠിപ്പിക്കും. അവിടുന്ന് കരുണാപൂർവം ക്രമീകരിച്ചു. ഇനി അതെങ്ങനെയാണ് ചെയ്തത് എന്നതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം. ഈ മിശിഹ ഈ യുഗാന്ത്യം വരെ തന്നെ നിലനിർത്താൻ സംവിധാനം ചെയ്തിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അവിടുത്തെ പരിശുദ്ധ സഭയാണ്, സഭയുടെ കൂദാശകളാണ്. രണ്ടാമത്തേത് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയവുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അത് ശ്ലൈഹിക ക്രമമാണ്. ശ്ലൈഹിക ക്രമം, അപ്പസ്റ്റോലിക് സക്സഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയാം, സുച്ചസിയോ അപ്പസ്തോലിക്ക എന്ന് പറയാം. മലയാളത്തിൽ അല്ലെങ്കിൽ സുറിയാനി പശ്ചാത്തലത്തിലാണെങ്കിൽ ശ്ലൈഹിക പിന്തുടർച്ച എന്ന് പറയും. ശ്ലൈഹികതയുടെ കൈമാറ്റമാണ് ശ്ലൈഹിക പിന്തുടർച്ച. അതാണ് ഈ അപ്പസ്റ്റോലിക് സക്സഷൻ എന്ന് പറയുന്നത്. ഈ ശ്ലൈഹിക പിന്തുടർച്ച എന്ന് പറഞ്ഞ ഒരു ചെറിയ കാര്യമല്ല. വിശുദ്ധ ഗ്രന്ഥവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണത്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തോട് ഇഴുകിച്ചേർന്ന് കിടക്കുന്ന, വിശുദ്ധ ഗ്രന്ഥത്തിന് പുറത്തുള്ള ഒരു കാര്യമല്ലാതെ അതിന്റെ ഉള്ളിലുള്ള കാര്യമായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ശ്ലൈഹികത. ഞാൻ ഈ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ശ്ലൈഹികത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, മിശിഹ തന്റെ പരസ്യ ജീവിതകാലത്ത് തന്നെ തന്റെ ശിഷ്യഗണത്തിൽ നിന്ന് 12 പേരെ തെരഞ്ഞെടുത്തു. ഈ 12 പേരെ അവിടുന്ന് തെരഞ്ഞെടുക്കുകയും അവരെ ഒരു ഗ്രൂപ്പാക്കുകയും ചെയ്തു. അവർക്ക് ശ്ലീഹന്മാർ അഥവാ അപ്പസ്തോലന്മാരെന്ന് പേര് നൽകിയെന്ന് വരെ മാത്രമാണ് നമ്മൾ വായിച്ചു കേട്ടിട്ടുള്ളത്. അഥവാ ആളുകൾ കരുതുന്നത് അവരെ ഒരു ടീമാക്കി, ആ ടീമിന്റെ പ്രത്യേകത എന്താണ്, അവര് പ്രഘോഷിക്കാൻ അയച്ചവരാണ്, കർത്താവിന്റെ നാമത്തിൽ അയക്കപ്പെട്ടവരാണ് എന്ന് പറയും. കുറച്ചുകൂടെ കാര്യമായിട്ട് ചോദിച്ചാൽ അവർ ശരിക്കും ആരാന്ന് ചോദിച്ചാൽ അവര് കർത്താവ് തെരഞ്ഞെടുത്ത കർത്താവിന്റെ ആൾക്കാരാണ് എന്നൊക്കെ പറയും. പക്ഷെ ഇതൊന്നുമല്ല അവരുടെ പ്രത്യേകത. ഈ 12 ശ്ലീഹന്മാരുടെ സവിശേഷത എന്ന് പറയുന്നത് അവർ മിശിഹായുടെ അതേ നിത്യ പൗരോഹിത്യത്തിന്റെ സ്വീകർത്താക്കളാണ് എന്നതാണ്. ഈ 12 ശ്ലീഹന്മാരാണ് മിശിഹായുടെ പൗരോഹിത്യത്തിന്റെ സ്വീകർത്താക്കൾ. അഥവാ മിശിഹ ഇങ്ങനെ അരുൾ ചെയ്തു, ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന കാര്യങ്ങൾ. അതിനെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ പലതരത്തിലുള്ള പരാമർശങ്ങൾ നമ്മൾ വിശുദ്ധത്തിൽ വായിക്കും. ഒന്നിതാണ്, ദാനമായി നിങ്ങൾക്ക് ലഭിച്ചു, ദാനമായി തന്നെ കൊടുക്കുകയും. വീണ്ടും നമ്മൾ ഇങ്ങനെ വായിക്കും, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. നോക്കുക, പിതാവ് എന്നെ അയച്ചിരിക്കുന്ന ഏത് പ്രകാരമാണോ, ഏത് വിധത്തിലാണോ, അങ്ങനെ തന്നെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക, നിങ്ങൾ പോയി ശിക്ഷപ്പെടുത്തുക, നിങ്ങൾ പോയി പരിശുദ്ധാത്മാവിനെ നൽകുക. അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടവ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ. ഇതൊക്കെ ചെയ്യാൻ അവിടുന്ന് എന്ത് ചെയ്തു? തന്റെ അതേ അധികാരം അവിടുന്ന് കൈമാറി. ഈ മിശിഹായുടെ അധികാരം എന്താണ്? മിശിഹ എന്ന് പറഞ്ഞാൽ തന്നെ അഭിഷിക്തൻ എന്നാണ് അർത്ഥം. അവിടുത്തെ പൗരോഹിത്യത്തിന്റെ അഭിഷേകം അവിടുന്ന് തന്റെ ശ്ലീഹന്മാർക്ക് നൽകി. അത് നേരിട്ട് കൈവെപ്പ് വഴി തന്നെയാണ് അവിടെ നൽകിയത്. അതെങ്ങനെയാണ്? ബൈബിളിലൊന്നും ഈശോ തന്റെ 12 അപ്പസ്തോലന്മാർക്ക് കൈവെപ്പ് വഴി പട്ടം കൊടുത്തതിനെ കുറിച്ച് പറയുന്നില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കാൻ സാധ്യതയുണ്ട്. മുൻ ക്ലാസ്സുകളിൽ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. മിശിഹായുടെ പൗരോഹിത്യത്തിന്റെ ദൗത്യങ്ങൾ, ആ ദൗത്യങ്ങൾ അതേപടി ആവർത്തിക്കാൻ മിശിഹ അവരെ ചുമതലപ്പെടുത്തി എന്നതാണ് അവിടുത്തെ പൗരോഹിത്യത്തിന്റെ കൈമാറ്റത്തെക്കുറിച്ച് സുവിശേഷം നൽകുന്ന സാക്ഷ്യം. ഉദാഹരണത്തിന്, മിശിഹായ്ക്ക് മാത്രം കഴിയുന്ന പാപത്തിന്റെ മോചനം, പിശാചിന്റെ ദൈവിക അധികാരത്തോടെ ബഹിഷ്കരിക്കൽ, രോഗം സുഖപ്പെടുത്തൽ, സുവിശേഷം പ്രഘോഷിക്കൽ. കാരണം ദൈവിക വെളിപാട് സംസാരിക്കേണ്ടത് ദൈവം തന്നെയാണല്ലോ. അവിടത്തേക്ക് മാത്രമാണ് അവിടുത്തെ നിത്യപൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ നിന്ന് സുവിശേഷം പ്രഘോഷിക്കാനൊക്കെ കഴിയുന്നത്. അങ്ങനെ തുടങ്ങി ഏറ്റവും ഒടുവിൽ താൻ തന്നെ അർപ്പിക്കുന്ന തന്റെ ബലി അതുപോലെ അർപ്പിക്കാനും അവിടുന്ന് ഈ 12 പേരെ ചുമതലപ്പെടുത്തി. അപ്പോൾ മിശിഹായുടെ തന്നെ സ്ഥാനത്ത് നിൽക്കുന്ന, മിശിഹായുടെ അതേ അധികാരം സ്വീകരിച്ചിരിക്കുന്ന, മിശിഹായുടെ പിന്തുടർച്ചക്കാരായിരിക്കുന്ന ആളുകളായി അവിടുന്ന് 12 പേരെ തീരുമാനിച്ചു. ഈ 12 പേർക്ക് അവിടുന്ന് കൈവെപ്പ് വഴി തന്റെ പൗരോഹിത്യം പകർന്നു കൊടുത്തു. ഇതെങ്ങനെ നമുക്കറിയാം?
രണ്ട് വിധത്തിൽ നമുക്കതറിയാം. ഒന്നാമത്തേത് സുവിശേഷങ്ങൾ നൽകുന്ന, വിശുദ്ധഗ്രന്ഥം നൽകുന്ന സാക്ഷ്യങ്ങളാണ്. അനേക സ്ഥലങ്ങളിൽ പൗലോസ് ലേഖനത്തിലൊക്കെ നമ്മൾ കാണും, തിമോഥെയോസിന്റെ ലേഖനത്തിൽ കാണും, പ്രവചനങ്ങൾ വഴിയും സഭാശ്രേഷ്ഠന്മാരുടെ കൈവെപ്പ് വഴിയും നിനക്ക് ലഭിച്ച കൃപാവരത്തെ നീ അവഗണിക്കരുത്. കൈവെപ്പിനെ കുറിച്ച് അതുപോലെ പൗലോസിന്റെ തന്നെ വാക്കുകൾ നമ്മൾ വായിക്കും, നമ്മളിങ്ങനെ കാണും, ജ്ഞാനസ്നാനം, കൈവെപ്പ് തുടങ്ങിയവയ്ക്ക് ഇനി വീണ്ടും ഒരു അടിത്തറയിടേണ്ടതില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയാം. എന്ന് പറഞ്ഞാൽ ആദിമസഭ മുതൽ ഈ കൈവെപ്പിന്റെ ക്രമം നിലനിന്നിരുന്നു. എങ്ങനെയായിരിക്കും അത് ഉണ്ടായിട്ടുണ്ടാവുക? സ്വാഭാവികമായും മിശിഹ അവർക്ക് നൽകിയതൊക്കെയാണ് അവർ പിന്നീട് ചെയ്തുകൊണ്ടിരുന്നത്. കർത്താവ് അവരെ പഠിപ്പിച്ചതൊക്കെ അവർ ചെയ്തുകൊണ്ടിരുന്നു. കർത്താവ് അവർക്ക് നൽകിയ വിശുദ്ധ കുർബാന അവരതുപോലെ പരികർമ്മം ചെയ്യാൻ തുടങ്ങി. അവർക്ക് നൽകിയ പാപമോചന അധികാരം അവരതുപോലെ കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ തന്റെ പൗരോഹിത്യം അവർക്കെങ്ങനെ കൊടുത്തോ അതുപോലെ അവരും കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നത് മിശിഹ തന്റെ കൈവെപ്പ് വഴി അവരെ അഭിഷേകം ചെയ്തിരുന്നു എന്ന്. ഇനി ഇത് മാത്രമല്ല, ചരിത്രപരമായ തെളിവും കൂടെ അതിന് പറയുന്നുണ്ട്. ഈ ആദിമ നൂറ്റാണ്ടിൽ മിശിഹായുടെ ശിഷ്യന്മാരെല്ലാം, അവരുടെ ശിഷ്യന്മാർ ലോകമെല്ലാം എങ്ങും പോയി. തോമാസ് ലീഹ ഭാരതത്തിലേക്ക് വന്നു എന്ന് നമുക്കറിയാം. അങ്ങനെ ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിലേക്ക് പോയി. അതിനുശേഷം അവിടെ സഭകൾ വളർന്നു. ഇന്നത്തെ പോലെ വലിയ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളൊന്നുമില്ല. ഇന്ത്യയിലേക്ക് കൂടുതൽ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സിൽക്ക് റൂട്ടൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് യഹൂദരൊക്കെ വരികയും പോവുകയും ചെയ്തിരുന്നു, അതുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഇവിടെയുള്ള വൈദികർക്കോ ഒക്കെ അങ്ങോട്ട് സിമ്പിളായിട്ട് യാത്ര ചെയ്തൊന്നും ഇന്നത്തെ പോലെ അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. അപ്പൊ അങ്ങനെ പല സ്ഥലങ്ങളിലെ സഭകൾ അവിടുത്തെ അതാത് സ്ഥലങ്ങളിലെ ലോക്കൽ ചർച്ചസ് ആയിട്ട് തന്നെ ജീവിക്കുകയായി. പിന്നീടാണ് പിന്നീടൊരു കാലഘട്ടത്തിലാണ് സഭകൾ ഇങ്ങനെ നേരിട്ട് കണ്ടുമുട്ടാൻ തുടങ്ങുന്നത്. അങ്ങനെ അവർ കണ്ടുമുട്ടുമ്പോൾ കാണുന്ന അത്ഭുതകരമായ കാര്യം എന്നറിയാമോ? എല്ലാ സഭകളിലും ഈ കൂദാശകളും കാര്യങ്ങളൊക്കെ ഒരുപോലെ നിൽക്കുന്നു. അവിടെയും മെത്രാന്മാരുണ്ട്, വൈദികരുണ്ട്. അവരൊക്കെ കൈവെപ്പ് വഴി അത് സ്വീകരിച്ചവരുമാണ്. നോക്കുക, അങ്ങനെയാണെങ്കിൽ അതിന്റെ പുറകിലെ കാരണം എന്തായിരിക്കും? സ്വാഭാവികമായും അവർക്ക് കിട്ടിയത് അതേപടി അവർ ചിന്തത്തൊക്കെ കൊടുത്തത് കൊണ്ടാണ് എല്ലായിടത്തും ഒരുപോലെ ഇരിക്കുന്നത്. അല്ലെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ തിരി കത്തിച്ചു കൊടുത്ത് പട്ടം കൊടുത്തിട്ടുണ്ടാവാൻ മേലെ, അല്ലെങ്കിൽ ചില സ്ഥലത്ത് വേറെ ഏതെങ്കിലും വിധത്തിൽ ഇത് കൊടുത്തിട്ടുണ്ടാവാൻ മേലെ. പക്ഷെ എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കർത്താവ് അത് പകർന്നു കൊടുത്തിരിക്കുന്നത് ഒരു വിധത്തിൽ തന്നെയായിരുന്നു. എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന ഒരേ വിധത്തിലാണ്. അത് തന്നെയാണ് അവർ ആവർത്തിച്ചത് എന്ന് വളരെ വ്യക്തമാണ്. ഇത് പറഞ്ഞതെന്തിനാണ്? മിശിഹായുടെ അധികാരം അതേപടി അവിടുന്ന് കൈമാറിയ ആളുകളാണ് ശ്ലീഹന്മാർ. എന്ന് പറഞ്ഞാൽ ഈ ദൈവീക രഹസ്യങ്ങൾ അവിടുന്ന് ഈ ഭൂമിയിൽ വന്ന് സംസാരിക്കുന്നതിന്റെ അധികാരം, ഈശോ തന്റെ അധികാരത്തെക്കുറിച്ച്, ആധികാരികതയെക്കുറിച്ച് പറയുന്നുണ്ട്. പിതാവ് എനിക്ക് നൽകിയതല്ലാതെ പുത്രൻ സ്വന്തമായിട്ടൊന്നും പറയുന്നില്ല. എന്റെ വാക്കുകൾ എന്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതാണ് എന്ന് അവിടുന്ന് അരുളി ചെയ്തു. അതായിരുന്നു അവിടുത്തെ ആധികാരികതയുടെ അടയാളം. അതേ ആധികാരികത അവർക്കുണ്ടാകേണ്ടതിന് മിശിഹായും അവരെ അയക്കുന്നു. മിശിഹ അവരോട് പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പിതാവ് എനിക്ക് തന്ന അതേ അധികാരത്തോടെ, പിതാവ് എനിക്ക് തന്ന അതേ അഭിഷേകത്തോടെ ഞാനും നിങ്ങളെ അയക്കുന്നു. അപ്പോൾ മിശിഹ സ്വീകരിച്ചിരിക്കുന്ന അതേ അധികാരത്തോടെ, അതേ അഭിഷേകത്തോടെ, അതേ ചൈതന്യത്തോടെയാണ് ശ്ലീഹന്മാരും ഐക്യപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങളെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു, നിങ്ങളെ നിഷേധിക്കുന്നവൻ എന്നെയും എന്നെ അയച്ച പിതാവിനെയും നിഷേധിക്കുന്നു. നിങ്ങളെ കേൾക്കുന്നവൻ എന്നെ തന്നെയാണ് കേൾക്കുന്നത്. നോക്കുക, മിശിഹായെ കേൾക്കുന്ന ഒരാൾ, ശ്ലീഹന്മാരെ കേൾക്കുന്ന ഒരാൾ നേരിട്ട് മിശിഹായെ തന്നെയാണ് കേൾക്കുന്നത്. അതിനകത്തൊരു കുറവുമില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ശ്ലീഹന്മാർ മിശിഹായെ തന്നെ അവതരിപ്പിക്കുന്ന മിശിഹായുടെ നേർസാക്ഷ്യങ്ങളാണ്. അവര് വെറുതെ മിശിഹായുടെ ശുശ്രൂഷകർ മാത്രമല്ല, അവര് വെറുതെ മിശിഹായുടെ വാക്കുകൾ പറയാൻ അയക്കപ്പെടുന്ന വേലക്കാർ മാത്രമല്ല, അവർ മിശിഹായുടെ സ്ഥാനപതികളാണ്. ആ വാക്കാണ് തിരുസഭ ഉപയോഗിക്കുന്നത്. അവർ മിശിഹായുടെ സ്ഥാനപതികളാണ്. അതുകൊണ്ട് തന്നെ സുവിശേഷം അവർക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവര് ഒരു ബൈബിളുമായി നടക്കുകയല്ല ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പ്രൊട്ടസ്റ്റന്റുകാരൊക്കെ ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു സെക്റ്റൊക്കെ ചെയ്യുന്ന പോലെ ഒരു ബൈബിൾ കിട്ടി, ആ ബൈബിൾ ഉപയോഗിച്ച് പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നു, ആ ബൈബിളുമായി യാത്ര ചെയ്യുന്നു. അങ്ങനെയല്ല. ഇവർ സഞ്ചരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇവർ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ കസ്റ്റോഡിയൻസ് ആയിട്ടാണ് അവർ ജീവിക്കുന്നത്. അഥവാ ജീവിക്കുന്ന അവരിൽ തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥം നൽകപ്പെട്ടിരിക്കുന്നത്. അവരുടെ കൂട്ടായ്മയിലൂടെ, പരിശുദ്ധാത്മാവ് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ വിശുദ്ധ പാരമ്പര്യത്തിലൂടെയാണ് ദൈവം തന്റെ പ്രബോധനങ്ങളെ കൈമാറ്റം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുമ്പോൾ
അതിനോട് കൂട്ടിച്ചേർത്ത് പറയേണ്ട രണ്ട് കാര്യങ്ങളൂടെ ഉണ്ട് എന്നാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തുടങ്ങാൻ പോകുന്നത്. വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുമ്പോൾ അത് ഒരു സിംഗിൾ എൻറ്റിറ്റി അല്ല. വിശുദ്ധ ഗ്രന്ഥം മാത്രമല്ല ദൈവാവിഷ്കരണം എന്ന് നമ്മൾ ഓർക്കണം. വിശുദ്ധ ഗ്രന്ഥമാണ് മിശിഹായുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ പകർന്നു നൽകിയിരിക്കുന്ന ലിഖിത രൂപം, രേഖാമൂലം എന്ന് പറയാവുന്ന കാര്യം. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ദൈവാവിഷ്കാരത്തെ, ദൈവിക വെളിപാടിനെ ഇന്ന് നമുക്ക് സ്വീകരിക്കണമെങ്കിൽ ട്രയാങ്കുലർ ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ വേണം. ഏതൊക്കെയാണെന്നറിയാമോ? ഒന്ന് എഴുതപ്പെട്ട വിശുദ്ധ ഗ്രന്ഥമാണ്. രണ്ടാമത്തേത് മജിസ്തേരിയമാണ്. മജിസ്തേരിയം അഥവാ സഭയുടെ പ്രബോധന അധികാരം എന്ന് വിളിക്കപ്പെടുന്ന ശ്ലൈഹിക പിന്തുടർച്ച, മെത്രാന്മാരുടെ സംഘത്തിന് നൽകപ്പെട്ടിരിക്കുന്ന പ്രബോധനത്തിന്റെ അധികാരം, അതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്ന വിശുദ്ധ പാരമ്പര്യമാണ്. ഇത് മൂന്നും കൂടെ കൂടിച്ചേരുന്നിടത്ത് മാത്രമേ നമുക്ക് വിശുദ്ധ ഗ്രന്ഥം സംലഭ്യമായിരിക്കുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അഥവാ ദൈവിക വെളിപാട് ലഭ്യമായിരിക്കുന്നു, റെവലേഷൻ ഈസ് റിയലൈസ്ഡ് എന്ന് പറയണമെങ്കിൽ ഇത് മൂന്നും കൂടെ വേണം. ഇനി ഇതിനെക്കുറിച്ച് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഞാൻ ആ ഭാഗത്തെ കുറിച്ച് ഇത് വായിക്കാവേ. സമഗ്രവും സജീവവുമായ സുവിശേഷം സഭയിൽ അഭംഗുരം സംരക്ഷിക്കപ്പെടുന്നതിനായി ശ്ലീഹന്മാർ തങ്ങളുടെ തന്നെ പ്രബോധനാധികാര സ്ഥാനം നൽകിക്കൊണ്ട് മെത്രാന്മാരെ പിന്തുടർച്ചക്കാരായി തുടർന്ന് നിയമിച്ചു. നോക്കുക, മിശിഹ തന്റെ ശ്ലീഹന്മാർക്ക് നൽകി. ശ്ലീഹന്മാർ മിശിഹായുടെ സ്ഥാനപതികളാണ്. ഈ ശ്ലീഹന്മാർ തങ്ങൾ ഫലമേറ്റത് അതേപടി അപ്പസ്തോലന്മാർക്ക്, അവരുടെ അപ്പസ്തോലിക സ്ഥാനം അതേപടി മെത്രാന്മാർക്ക് കൈമാറി. അതുകൊണ്ട് മെത്രാന്മാർ ശ്ലീഹന്മാരുടെ സ്ഥാനപതികളാണ്, ശൈഹിക സ്ഥാനപതികളാണ്, അപ്പസ്തോല സ്ഥാനീയരാണ്. എന്ന് പറഞ്ഞാൽ മിശിഹായെ കേൾക്കുന്നതിന് തുല്യമാണ് ശ്ലീഹന്മാരെ കേൾക്കുന്നത്. ശ്ലീഹന്മാരെ കേൾക്കുന്നതിന് തുല്യമാണ് അഭിവന്ദ്യ പിതാക്കന്മാരെ കേൾക്കുന്നത്, മെത്രാന്മാരെ കേൾക്കുന്നത്. ഈ അഭിവന്ദ്യ പിതാക്കന്മാർ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നവരും നമ്മുടെ കണ്ണുകൊണ്ട് കാണാവുന്നവരും നമ്മുടെ കൂടെ ഭക്ഷിക്കുകയും നമ്മുടെ കൂടെ നടക്കുകയും ചെയ്യുന്നവരുമായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ തോന്നും ഇവരൊന്നും അത്ര പോരായിരിക്കും എന്ന് തോന്നാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് എങ്ങനെ തോന്നാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കണം, അവരുടെ കഴിവിലോ അവരുടെ അറിവിലോ അവരുടെ മാനുഷിക കപ്പാസിറ്റികളിലോ അല്ല, പകരം ദൈവം തെരഞ്ഞെടുത്ത ആ വ്യക്തികളുടെ ആന്തരിക സാധ്യതകളിലാണ് ദൈവം ഈ വലിയ കൃപ വർഷിച്ചിരിക്കുന്നത്. അവരുടെ വ്യക്തിത്വത്തെ അതിലംഘിക്കുന്ന വലിയ ശക്തിയാണ് അവർക്ക് ദൈവം നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പോലും പറയുന്നത്, മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ഈ നിധി നൽകപ്പെട്ടിരിക്കുന്നത്. മൺപാത്രമെന്നാണ് പൗലോസ്ലീഹ പോലും തന്നെ വിളിക്കുന്നത്. മൺപാത്രം, തട്ടിയാൽ ഉടയാവുന്ന ഒരു മൺപാത്രം. പക്ഷേ കൈകാര്യം ചെയ്യുന്നത്, അതിൽ ശേഖരിച്ചിരിക്കുന്നത് നിധിയാണ് എന്നതാണ്. അതുകൊണ്ട് ഓരോ മെത്രാനും സ്വീകരിച്ചിരിക്കുന്നത് ശൈഹികതയുടെ നിധിയാണ്. ശ്ലീഹന്മാർ സ്വീകരിച്ചിരിക്കുന്നത് മിശിഹ തന്നെയാകുന്ന നിധിയാണ്. ആ ക്രമത്തിൽ ഓരോ അപ്പസ്തോലനും അപ്പസ്തോല സംഘവും മിശിഹായിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നത് മിശിഹായെ തന്നെയാണ് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണ് കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങളെ കാണുകയും നിങ്ങളെ കേൾക്കുകയും ചെയ്യുന്നവൻ എന്നെ തന്നെയാണ് കേൾക്കുന്നത്. ഇതൊരു സെക്കൻഡറി റിയാലിറ്റി അല്ല. മിശിഹായിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രണ്ടാം ഘടകമല്ല ശ്ലീഹന്മാർ, മെത്രാൻ സംഘം. പകരം അതിന്റെ തന്നെ മിശിഹായുടെ തന്നെ തുടർച്ചയാണ് എന്ന് പറയാം. ഒരു കഥ കണ്ട ഒരാൾ ആളുകളോട് പറയുമ്പോൾ ഇവർ കേൾക്കുന്നു എന്ന വിധത്തിലല്ല, ആ നടന്ന യാഥാർത്ഥ്യങ്ങളെ അതേപടി കൈമാറ്റം ചെയ്യുകയാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയെ കുറിച്ച് പോലും പറയുന്ന ഒരു വാക്ക്, അത് വെറുതെ ഓർമ്മയാചരണം എന്നല്ല, അനംനേസിസ് എന്നാണ്. അനംനേസിസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഓർമ്മയല്ല, പകരം അതൊരു പുനരനുഭവമാണ്, പുനരവതരണമാണ്, റിയലൈസേഷനാണ് എന്ന് പറയാൻ. ഒരു വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത് ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് അവിടുന്ന് പറഞ്ഞ കാര്യം നമ്മൾ ഓർക്കുകയല്ല, പകരം അവിടുന്ന് നൽകിയത് അതേപടി വീണ്ടും ആവർത്തിക്കുകയാണ്. അവിടുന്ന് ചെയ്തത് അതേപോലെ തന്നെ വീണ്ടും ആവർത്തിക്കുകയും അനുഭവിക്കുകയുമാണ് ഒരു വിശുദ്ധ കുർബാനയിൽ ചെയ്യുന്നത്. അത് നമ്മൾ ശരിക്കും അത് ബോധ്യപ്പെടണം. അല്ലെങ്കിൽ നമുക്ക് തോന്നും, ഞാൻ ചുമ്മാ പള്ളിയിൽ പോയൊരു കുർബാന കാണുന്നു, പണ്ടങ്ങാണ്ട് ഈശോ അർപ്പിച്ച ഒരു ബലിയുടെ ഓർമ്മ. നോ, അത് വെറുതെ ഒരു ഓർമ്മയല്ല. ദാറ്റ്സ് ആൻ അനംനേസിസ്. അനംനേസിസ് എന്നുള്ള പദം ഉപയോഗിക്കുമ്പോഴാണ് കുറച്ചുകൂടെ കൃത്യമാകുന്നത്. അതായത് അന്ന് അവിടെ എന്ത് നടന്നു അത് തന്നെ ഇവിടെ യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടുന്നു. മിശിഹായിലൂടെ നൽകപ്പെട്ട സുവിശേഷങ്ങൾ അതേപടി ഇന്നും ശൈഹിക ക്രമത്തിലൂടെ, മെത്രാൻ സംഘത്തിലൂടെ, അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രബോധന അധികാരത്തിലൂടെ
ഇന്നും നമുക്ക് സംലഭ്യമായിരിക്കുന്നു. ഇത് നമ്മൾ വിശ്വസിക്കണം, ഇത് നമ്മൾ ബോധ്യപ്പെടണം. ഇല്ലെങ്കിൽ നമുക്ക് മിശിഹായോട് ബന്ധമുണ്ടാവില്ല എന്നതാണ് അതിന്റെ കുഴപ്പം. തിരുസഭ ഇങ്ങനെ പഠിപ്പിക്കും, ഇങ്ങനെ ക്രമീകരിച്ചു. തന്നെ നിമിത്തം അത്യുന്നതനായ ദൈവത്തിന്റെ ആവിഷ്കരണം മുഴുവൻ തന്നിൽ പൂർത്തിയാക്കിയ ഈശോനാഥൻ പ്രവാചകന്മാരാൽ മുൻകൂട്ടി വാഗ്ദാനം ചെയ്യപ്പെട്ടതും താൻ തന്നെ പൂർത്തിയാക്കിയതും സ്വന്തം അധരങ്ങളാൽ പ്രഖ്യാപിച്ചതുമായ സുവിശേഷം എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ട സുവിശേഷം, താൻ തന്നെ പൂർത്തിയാക്കിയ ആ സുവിശേഷം, തന്റെ അധരങ്ങൾ കൊണ്ട് പ്രഖ്യാപിച്ച ആ സുവിശേഷം സമഗ്രവും രക്ഷാകരവുമായ സത്യത്തിന്റെയും, പൂർണ്ണതയുള്ള സത്യത്തിന്റെയും ധാർമ്മിക നടപടികളുടെയും മുഴുവൻ ഉറവിടം എന്ന നിലയിൽ എല്ലാവരോടും പ്രഘോഷിക്കാൻ അവരിൽ ദൈവീക ദാനങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് സ്ലീഹന്മാർക്ക് കൽപ്പന കൊടുത്തു. വെറുതെ ഒരു മനുഷ്യർക്ക് കൈമാറിയെന്നല്ല, ദൈവിക ദാനങ്ങൾ അവരിൽ വർഷിച്ചിട്ട് അവർക്ക് ഈ കൽപ്പന കൊടുത്തു എന്ന് പറഞ്ഞാൽ അപ്പോൾ മുതൽ ദൈവിക ദാനങ്ങൾ മിശിഹായിൽ വർഷിക്കപ്പെട്ടിരിക്കുന്ന അതുപോലെ മിശിഹായിലൂടെ നൽകപ്പെടുന്ന ദൈവിക ദാനങ്ങൾ വർഷിക്കപ്പെട്ടവരാണ് അവർ. അവർ സംസാരിക്കുകയും അവർ പ്രവർത്തിക്കുന്നത് ഇനിമേൽ അവരുടെ ശക്തി കൊണ്ടോ അവരുടെ പാണ്ഡിത്യം കൊണ്ടോ അവരുടെ പ്രാവീണ്യം കൊണ്ടോ അല്ല, പകരം അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവിക ദാനങ്ങളുടെ ശക്തി കൊണ്ടാണ്. ദൈവിക ദാനങ്ങളുടെ ശക്തിയിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൽ തന്നെയുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് ദൈവിക ദാനങ്ങളുടെ ശക്തി കൊണ്ട് പ്രവർത്തിക്കുന്നവരെ നമുക്ക് ധൈര്യമായിട്ട് കേൾക്കാം. ഞാനിത് പറയുമ്പം ഈ അടുത്ത കാലങ്ങളിലൊക്കെ കാണപ്പെടുന്ന, പണ്ട് കാലത്തും ഇല്ലായിരുന്നല്ല, കാണപ്പെടുന്ന ഒരു പ്രവണത, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു സുവിശേഷ പ്രഘോഷകനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തിയ ഒരാളോ കുറച്ച് നാളുകളുടെ ശുശ്രൂഷകൾക്ക് ശേഷം ചിലപ്പോൾ വലിയൊരു ആത്മീയ അപകടത്തിലേക്ക് നിബന്ധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്താണെന്നറിയാമോ? അപ്പൊ ഈ കുറച്ച് കഴിയുമ്പോഴത്തേന് എന്നിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് കേൾക്കാൻ ധാരാളം ആൾക്കാർ വരുന്നുണ്ട്, എന്റെ ചിന്തകളും ആശയങ്ങളും വലിയ മോശമില്ല, അത് കുറച്ചുകൂടെ റീസണബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു, ആളുകൾ അതിൽ ആകൃഷ്ടരാകുന്നു, കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്നു എന്ന് തോന്നുന്ന സമയത്ത് ഇനി എന്നിൽ നിന്ന് കേട്ടാൽ മതി എന്ന് പറയാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മെത്രാന്മാർക്കൊക്കെ എന്ത് കാര്യമായിട്ട് അറിയാം, അവർക്കൊന്നും വലിയ പിടിയൊന്നും ഉണ്ടാകുന്നില്ല, അച്ഛന്മാർക്കൊക്കെ എന്തറിയാൻ സാധ്യതയുണ്ട്, അതിനേക്കാളും കൂടുതൽ പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഞങ്ങളിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞങ്ങളത് ചെയ്തോളാം എന്ന മട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകളെ അപൂർവമായിട്ടെങ്കിലും കാണാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ശൈഹിക അധികാരത്തിന്റെ ക്രമത്തിന് കീഴിൽ നിൽക്കേണ്ടതില്ല എന്ന് കരുതുന്ന ആളുകളുടെ സംഘങ്ങളും അവർ സ്വരൂപിക്കുന്ന സംഘങ്ങളും അവര് ചെറിയ ധ്യാനകേന്ദ്രങ്ങളൊക്കെ പോലെ തുടങ്ങുന്നു, സ്വന്തം നിലയ്ക്ക് പ്രബോധനത്തിന്റെ ശുശ്രൂഷയിലൊക്കെ ഏർപ്പെടുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട്. എപ്പോഴും നമ്മൾ ഓർക്കണം, തിരുസഭയുടെ ഔദ്യോഗിക അംഗീകാരത്തിന്റെ കീഴിലുള്ളതല്ലാത്ത ഒരു പ്രബോധനവും ക്രൈസ്തവർക്ക് സ്വീകാര്യമാകരുത്. കാരണം ഈ വിശ്വാസ നിക്ഷേപത്തിന്റെ സൂക്ഷിപ്പുകാർ സ്ലീഹന്മാരും അവരുടെ പിൻഗാമികളുമാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് വലിയൊരു വിശ്വാസത്തിന്റെ നിക്ഷേപമാണ്. അത് വെറുതെ എന്താ പറയാ ഇൻഡിവിജ്വൽസിന് നൽകപ്പെടുന്നതല്ല, സ്ലീഹന്മാരുടെ കളക്റ്റീവ്നെസ്സിന് നൽകപ്പെടുന്നതാണ്, ശൈഹിക സംഘാത്മകതയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നതാണ് അത്. അതുകൊണ്ട് മജിസ്തീരിയമാണ് ഇതിന്റെയൊക്കെ സർവാധികാരി. തിരുസഭയുടെ പ്രബോധന ഗ്രന്ഥത്തില് നമ്മളിങ്ങനെ വായിക്കും, 77 പാരഗ്രാഫിൽ CCCയുടെ 77 നമ്മൾ വായിക്കും, നിശ്ചിതമായും ദൈവനിർദ്ദേശങ്ങളായ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ വിശേഷവിധിയായി സംരക്ഷിക്കപ്പെടുന്ന അപ്പസ്തോലിക പ്രഘോഷണം ഇടമുറിയാതെ ലോകാവസാനം വരെ സംരക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇനി നമ്മൾ തുടർന്ന് 84 പാരഗ്രാഫിൽ വായിക്കും, വിശുദ്ധ ഗ്രന്ഥവും പാരമ്പര്യവും ഉൾക്കൊള്ളുന്ന വിശ്വാസ നിക്ഷേപത്തെ അപ്പസ്തോലന്മാർ സമസ്ത സഭയുമാണ് ഫലമേൽപ്പിച്ചിരിക്കുന്നത്. ഈ വിശ്വാസ നിക്ഷേപം മുറുകെ പിടിച്ചുകൊണ്ട് വിശുദ്ധ ജനം മുഴുവനും തങ്ങളുടെ ഇടയന്മാരോട് ചേർന്ന് അപ്പസ്തോലിക പ്രബോധനത്തിലും കൂട്ടായ്മയിലും അപ്പം മുറിക്കൽ ശുശ്രൂഷയിലും പ്രാർത്ഥനകളിലും സദാ വിശ്വസ്തരായി വർത്തിക്കുന്നു. അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ട വിശ്വാസത്തിന്റെ പരിശീലനത്തിനും പ്രഘോഷണത്തിനും മെത്രാന്മാർക്കും വിശ്വാസികൾക്കും ഇടയിൽ നിർണായകമായ ഒരു യോജിപ്പ് സംജാതമാകണം. എന്ന് പറഞ്ഞാൽ സ്ലീഹന്മാരിൽ നിന്നും മെത്രാന്മാരിൽ നിന്നും വേറിട്ട് നിന്ന് ആരും ഒരു ശുശ്രൂഷയും ചെയ്യരുത് എന്നാണ് മിശിഹ ആഗ്രഹിക്കുന്നത്. ആരെങ്കിലും ശൈഹിക ക്രമത്തിൽ നിന്നോ മെത്രാൻ സംഘത്തിൽ നിന്നോ അതിന്റെ പ്രബോധനാധികാരമാകുന്ന മജിസ്റ്റീരിയത്തിൽ നിന്നോ ലോക്കൽ ബിഷപ്പിൽ നിന്നോ എന്ന് പറഞ്ഞാൽ സ്വന്തം
പ്രദേശത്തിന്റെ രൂപതയുടെ അധ്യക്ഷനിൽ നിന്നോ ഹൃദയം കൊണ്ടെങ്കിലും, ശരീരം കൊണ്ടാകണമെന്നില്ല, ഹൃദയം കൊണ്ടെങ്കിലും അകന്നു നിന്ന് ചെയ്യുന്ന ഒരു ശുശ്രൂഷയുടെയും ഭാഗവാക്കുകളായി നമ്മൾ മാറാൻ പാടില്ല. ഇങ്ങനെ ഏതെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്യാൻ നമ്മളെ ആരെങ്കിലും, അതിപ്പോ വൈദികരാവട്ടെ ആത്മായ സഹോദരങ്ങളാവട്ടെ, ദൈവം പ്രത്യേകം വിളിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഉറപ്പുവരുത്തേണ്ട കാര്യം ഞാൻ ആരോട് ചേർന്ന് ഈ ശുശ്രൂഷ ചെയ്യുന്നു എന്നാണ്. ആർക്കു വേണ്ടി ചെയ്യുന്നു എന്ന് പോലും ആദ്യം ആലോചിക്കരുത്. ആരോട് ചേർന്ന് നിന്ന് ഇത് ചെയ്യുന്നു? ഇത് എന്റെ ശുശ്രൂഷയാണോ സഭയുടെ ശുശ്രൂഷയാണോ? ചെയ്യുന്നത് മിശിഹായുടെ ശുശ്രൂഷയാണെങ്കിൽ അത് നിർബന്ധമായും അത് സഭയുടെ ശുശ്രൂഷയാണ്. തിരുസഭയുടെ ശുശ്രൂഷയാണെങ്കിൽ തിരുസഭയുടെ സത്യവിശ്വാസത്തിന്റെ നിധിയെ ഭരമേൽപ്പിച്ചിരിക്കുന്ന അതിന്റെ സംരക്ഷകരും സൂക്ഷിപ്പുകാരുമാകുന്ന മെത്രാൻ സംഘത്തോട് വിധേയപ്പെട്ടുകൊണ്ട് മാത്രമേ അത് ചെയ്യാവൂ. അല്ലെങ്കിൽ അത് ദുരുപയോഗിക്കലായിരിക്കും. അങ്ങനെയല്ലാത്ത ഒരു സ്ഥലത്ത് നിന്നും എത്ര വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു, എത്ര മനോഹരമായ പ്രഭാഷണങ്ങൾ നടക്കുന്നു എന്ന് കരുതിയാൽ പോലും നാം പോകരുത് എന്നതാണ് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ഹിതം. നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ഹിതം. ചിലപ്പോ ഒക്കെ നമുക്ക് ഇങ്ങനെ വിഘടിച്ച് നിൽക്കുന്ന ചില ആളുകളോ അല്ലെങ്കിൽ വിഘടിക്കാതെ ശരീരം കൊണ്ട് അകത്ത് നിൽക്കുന്ന ആളുകളോ ഒക്കെ പറയുന്നത് കേൾക്കാൻ ഭയങ്കര രസമായിരിക്കും. വളരെ പോപ്പുലർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയും, ചിലപ്പോൾ വളരെ ഹ്യൂമൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയും, ചിലപ്പോൾ ഒത്തിരി നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് പറയും നമ്മൾ കാണും. അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കണം, ഇതൊക്കെ കൊള്ളാം. ചിലപ്പോൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടാവും, കൊള്ളാം. ചിലപ്പോ ആണെങ്കിൽ നല്ല വാചാലമായ പ്രഭാഷണം നടത്തുന്നുണ്ടാവും, കൊള്ളാം. ചിലപ്പോ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി മനുഷ്യജീവിതത്തിന്റെ വളരെ മനോഹാരിതയെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ദർശനങ്ങൾ നൽകിക്കൊണ്ട് സംസാരിക്കുന്നുണ്ടാവും, കൊള്ളാം. പക്ഷെ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ചോദിക്കണം, ഇത് തിരുസഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന, മിശിഹ കൈമാറ്റം ചെയ്തിരിക്കുന്ന ആ ആളുകളോട് ചേർന്ന് നിന്ന് ആണോ ഈ ശുശ്രൂഷ ചെയ്യുന്നത് എന്ന് ചോദിക്കും. ഓരോ നിമിഷവും അവരെ കേട്ടുകൊണ്ടും അവരുടെ അടുത്ത് അനുവാദം ചോദിച്ചുകൊണ്ടും അവരോട് ഹൃദയം കൊണ്ടും കൂടെ ചേർന്ന് നിന്നുകൊണ്ടുമാണോ ഇത് ചെയ്യുന്നത് എന്ന് ചോദിക്കണം. വിശുദ്ധ പൗലോസ്ലീഹയുടെ മാതൃക ഇതിന് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ഇത് നമ്മൾ അന്ന് അറിഞ്ഞിരിക്കണേ. ഗലാത്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കും. പൗലോസ്ലീഹ ഇങ്ങനെ പറയുകയാണ്, വീണ്ടും 14 വർഷങ്ങൾക്ക് ശേഷം ഞാനും ബർന്നബാസും കൂടി ജെറുസലേമിലേക്ക് പോയി. ജെറുസലേമിലെ പ്രധാനികളെ കാണാനായിട്ടാണ് ഞങ്ങൾ പോയത്. ഇനി തുടർന്ന് നമ്മളിങ്ങനെ വായിക്കും. പൗലോസ്ലീഹ പറയാണ്, ഒരു വെളിപാടനുസരിച്ചാണ് ഞാൻ പോയത്. എന്തായിരുന്നു ഈ വെളിപാട്? അത് നമുക്ക് തുടർന്ന് മനസ്സിലാവും. അതിങ്ങനെയാണ്. തുടർന്നിങ്ങനെ നമ്മൾ വായിക്കും. പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ അവിടെ ചെന്നു, എന്നിട്ട് മിശിഹ എനിക്ക് വെളിപ്പെടുത്തിയ സുവിശേഷത്തിന്റെ അന്തസത്ത, മിശിഹ എനിക്ക് വെളിപ്പെടുത്തിയ രഹസ്യങ്ങൾ, ഞാൻ വിജാതിയരോട് പ്രഘോഷിക്കുന്ന രഹസ്യങ്ങൾ. ഇതിന്റെ പശ്ചാത്തലം എന്നറിയാമോ? പൗലോസ്ലീഹ ശരിക്കും പറഞ്ഞാൽ ഈശോയെ കണ്ടിട്ട് പോലും ഉണ്ടാവണമെന്നില്ല. പൗലോസ്ലീഹ മാനസാന്തരത്തിന് ശേഷം മരുഭൂമിയിലേക്ക് പോയി എന്നാണ് പാരമ്പര്യങ്ങൾ സാക്ഷ്യപ്പെടുന്നത്. എന്നിട്ട് അവിടെ വർഷങ്ങൾ 13 വർഷത്തോളം പൗലോസ്ലീഹ ഒരു സെമിനാരി പരിശീലനത്തിലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മിശിഹ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് സകല കാര്യങ്ങളും പൗലോസിനെ പഠിപ്പിച്ചു എന്നാണ് പൗലോസ്ലീഹ തന്നെ സാക്ഷ്യപ്പെടുന്നത്. പൗലോസിന്റെ പ്രഭാഷണങ്ങൾ അത് വ്യക്തവുമാണ് താനും. അതൊരു സങ്കല്പമല്ല, പൗലോസിന്റെ തോന്നലുമല്ല, അത് ശരിയാണ്. കാരണം സ്ലീഹന്മാർക്ക് നൽകപ്പെട്ടിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് പൗലോസ്ലീഹയ്ക്ക് നൽകപ്പെട്ടത്. കൂടുതൽ തീവ്രമായി പ്രഘോഷിക്കാൻ കഴിവുള്ളയാളാണ് പൗലോസ്ലീഹ. പഴയ നിയമ ഗ്രന്ഥങ്ങളെ കുറിച്ച് ആഴമായ ഗ്രാഹ്യമുള്ള ആളാണ് പൗലോസ്ലീഹ. ഏറ്റവും വലിയ പണ്ഡിതനായ ഗമാലിയേലിന്റെ കാൽപാദത്തിൽ ഇരുന്ന് പഠിക്കുന്ന മറ്റൊരു ആയിരുന്നു ഈ സാവൂൾ. ഈ സാവൂളിന് ബാക്കി എല്ലാവരെക്കാളും വലിയ ജ്ഞാനമുണ്ട്, സമൂഹത്തിൽ വലിയ അംഗീകാരമുണ്ട്. എന്നാൽ അപ്പുറത്തിരിക്കുന്ന പത്രോസിന്റെ കാര്യം ഓർത്ത് നോക്കിയേ. പാവം പത്രോസ് മീൻ പിടിച്ച് നടക്കുമായിരുന്നു. അവർ കുറെ പേര് മീൻ പിടിച്ചൊക്കെ നടന്നിരുന്ന മുക്കുവരായ ആളുകളായിരുന്നു, വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളായിരുന്നില്ല. പക്ഷെ അവരായിരുന്നു സ്ലീഹന്മാർ. എന്നിട്ടെന്തുണ്ടായി? ഇവർ ജെറുസലേമിൽ. അപ്പോ പൗലോസ് ഒരു ദിവസം പൊടുന്നനവെ തന്റെ വിജാതിയുടെ ഇടയിലുള്ള സുവിശേഷ പ്രഭാഷണമൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ബർന്നബാസിനെ കൂട്ടും ഒറ്റ പോക്കാണ് ജെറുസലേമിന്. എന്നിട്ട് പൗലോസ് പറയാ, ഒരു വെളിപാടുണ്ടായി എനിക്ക്, ഈ വെളിപാടനുസരിച്ചാണ് ഞാൻ അവിടേക്ക് പോയത്. എന്നിട്ട് എന്ത് ചെയ്തു പൗലോസ് പറയാണ്, ഞാൻ അവിടെ ചെന്ന് ഞാൻ വിജാതിയരോട് പ്രഘോഷിക്കുന്ന, മിശിഹ എനിക്ക് വെളിപ്പെടുത്തിയിട്ട് ഞാൻ വിജാതിയരോട് പ്രഘോഷിക്കുന്ന സുവിശേഷം ഞാൻ സ്വകാര്യമായി ഈ സ്ലീഹന്മാരുടെ മുൻപിൽ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ഈ മുക്കുവനായിരുന്ന പാവപ്പെട്ട പത്രോസിന്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് പൗലോസ് പറഞ്ഞു, പിതാവേ, ഇങ്ങനെയൊക്കെയാണ് മിശിഹ എനിക്ക് വെളിപ്പെടുത്തിയത്. ഇതാണ് ഞാനിവിടെ വിജാതിയരടിക്ക് പ്രഘോഷിച്ചുകൊണ്ടിരുന്നത്. ഞാനിത് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. നമ്മൾ ഓർക്കണം. എന്നിട്ട് പൗലോസ് പറഞ്ഞ അടുത്ത വാചകമാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. പൗലോസ് പറയുകയാണ്, ഇത് ഞാൻ ഓടുന്നതും ഓടിയതും
വ്യർത്ഥാവിലാകാതിരിക്കാനായിരുന്നു എന്ന്. ഞാൻ ഓടിയതും വൃഥാവിലാകാതിരിക്കാനായിരുന്നു എന്ന്. അർത്ഥം എന്താണ്? ഈ സ്വൈഹിക അധികാരത്തിന്റെ അംഗീകാരത്തോടുകൂടി അല്ലാതെ ഞാൻ എന്തോരം ശുശ്രൂഷ ചെയ്താലും, രക്തസാക്ഷിത്വം വരിക്കുമാറ് ഓടിയാലും, ഞാൻ ഇതുവരെ ഓടിയതും ഇനി ഓടാനിരിക്കുന്നതും പാഴായിരിക്കുമെന്ന് പൗലോസിനുണ്ടായ ബോധ്യത്തിനെയാണ് പൗലോസ് പറഞ്ഞ ഒരു വെളിപാട് എനിക്കുണ്ടായി എന്ന്. ഈ വെളിപാട് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാകണം. ഈ വെളിപാട് നമുക്കുണ്ടാകണം. ഈ വെളിപാട് ഇതൊരു വലിയ വെളിപ്പെടുത്തലാണ് എന്ന് പറഞ്ഞാൽ, കാര്യം നമ്മൾ വലിയ ബുദ്ധിമാന്മാരായിരിക്കും, ചിലപ്പോൾ കാര്യം നമ്മൾ ഭയങ്കര പണ്ഡിതന്മാരായിരിക്കും, ഭയങ്കര പ്രഭാഷണ കഴിവുള്ളവരായിരിക്കും. പക്ഷേ ഇത് രൂപതാധ്യക്ഷനോടും മെത്രാൻ സംഘത്തോടും വിധേയപ്പെട്ടും അവരുടെ അനുവാദത്തോടെയും അല്ലാതെ ചെയ്യുന്ന നിമിഷം മുതൽ ഈ ഓട്ടമെല്ലാം പാഴാണ്. പിശാച് ഒരു ശുശ്രൂഷകന് തരാവുന്ന ഏറ്റവും വലിയ പ്രലോഭനം വെറും പണം ഉണ്ടാക്കാനുള്ള പ്രലോഭനം ആയിരിക്കില്ല. പകരം എനിക്കും പഠിപ്പിക്കാം സ്വന്തം നിലയ്ക്ക്, അതിന് മാത്രം അറിവും അനുഭവവും ദൈവിക വെളിപാടും ജ്ഞാനവും ഒക്കെ എനിക്കുണ്ടല്ലോ എന്ന് ചിന്തിക്കലായിരിക്കും. ഈശോയുടെ ശിഷ്യന്മാർ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്: വെളിപാടുകളുടെ ആധിക്യം കൊണ്ട് ഞാൻ അഹങ്കരിക്കാതിരിക്കാൻ എൻ്റെ ശരീരത്തിൽ എനിക്കൊരു മുള്ളു നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞവരുടെ എളിമയെക്കുറിച്ച് ഓർക്കണം. വെളിപാടുകളുടെ ആധിക്യമുള്ളവരുണ്ടാവും, പക്ഷേ വെളിപാടുകളുടെ ആധിക്യമല്ല നിനക്ക് സുവിശേഷം പ്രഘോഷിക്കാനുള്ള അധികാരം. പകരം ശ്ലീഹന്മാരുടെയും അവരുടെ പിൻഗാമികളുടെയും അംഗീകാരമാണ്. വെളിപാടുകളുടെ ആധിക്യമല്ല, പകരം ശ്ലീഹന്മാരുടെയും സുവിശേഷം ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശ്ലീഹന്മാരുടെയും അവരുടെ പിൻഗാമികളുടെയും അംഗീകാരവും അനുവാദവുമാണ് സുവിശേഷം പ്രഘോഷിക്കാനുള്ള ഒരു ശുശ്രൂഷകന്റെ അധികാരം. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഞാൻ ആധികാരികമായിട്ടാണ് സംസാരിക്കുന്നതെന്ന് പറയാം. പീരിയോഡിക്കലായിട്ട് അഭിയുദ്ധ പിതാക്കന്മാരുടെ അടുത്ത് തങ്ങളുടെ പ്രബോധനങ്ങൾ കേൾപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ അറിയിക്കണം അവരെ, ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, ഞാൻ പഠിപ്പിക്കുന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അന്വേഷിക്കാൻ എനിക്ക് കടമയുണ്ട്. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ആ ബന്ധം നിലനിർത്തുകയും പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയിക്കുകയും അവരുടെ നിയന്ത്രണത്തിന് കീഴിൽ തന്നെയാണ് ചെയ്യുകയുള്ളൂ. പിതാവ് നിർത്തിക്കോ എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ എന്റെ ശുശ്രൂഷ ഉണ്ടായിരിക്കുകയില്ല എന്നും പറയാനുള്ള എളിമയാണ് ഒരാളുടെ അധികാരവും ശക്തിയും. അങ്ങനെയുള്ള ഒരാളെ തൊടാൻ സാത്താന് കഴിയുകയില്ല, ഒരിക്കലും കഴിയില്ല. അല്ലെങ്കിലോ നാളുകൾ കൊണ്ട് മെല്ലെ സാത്താന്റെ നിയന്ത്രണത്തിലാവുകയും ലോകത്തിന്റെ കയ്യടികളുടെ പുറകെ പോവുകയും ആളുകൾ ചുമലിലേറ്റിക്കൊണ്ട് നടക്കുന്ന ദൈവം മറന്നു കളഞ്ഞ ആളായി മാറുകയും ചെയ്യും. ഇതൊരു വാണിയാണ്, ഓർമ്മപ്പെടുത്തലാണ്. ഈ ഓർമ്മപ്പെടുത്തൽ സുവിശേഷത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്, തിരുസഭയുടെ പ്രബോധനത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. കാരണം തിരുസഭയിലെ ഏറ്റവും വലിയ പണ്ഡിതനായിക്കോട്ടെ പരിശുദ്ധ സഭയേക്കാൾ വലുതല്ല. സൈഹിക ശുശ്രൂഷയുടെ ക്രമത്തിലുള്ള ഏറ്റവും അറിവ് കുറഞ്ഞ ഒരു മെത്രാനേക്കാൾ വലിയവനല്ല ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരിക്കുന്ന ഒരു ശുശ്രൂഷകൻ എന്നത് തിരിച്ചറിയുന്നതിനെയാണ് പൗലോസ്ലേഹയ്ക്ക് കിട്ടിയ വെളിപാടിന്റെ പങ്കാളിത്തം ഉണ്ടാവുക എന്ന് പറയുന്നത് എന്ന് നമ്മൾ എളിമയോടെ ഓർക്കണം. അത് ഞാനായാലും ശരി, ആരായാലും ശരി, അത് ഓർക്കണം. ഇത് ഞാനും കൂടി ഓർക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെട്ട് എന്നും കിടക്കുന്ന ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഞാനും അത് പറയുന്നു. അത് നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇതിന്റെ കാരണം എന്താണെന്നറിയാമോ? കാരണം ഇങ്ങനെയാണ്, തിരുസഭ തുറന്നിങ്ങനെ വായിക്കും: ശ്ലീഹന്മാരും സൈഹിക സഹകാരികളും, അഥവാ മെത്രന്മാരും ശ്ലീഹന്മാരും സൈഹിക സഹകാരികളും അതേ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ രക്ഷയുടെ സന്ദേശം രേഖാമൂലം ഫലമേൽക്കുകയും ചെയ്തു. അവരാണ് ഈ സുവിശേഷത്തെ സ്വീകരിച്ചിരിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് തുറന്ന് വായിക്കും. മിശിഹായുടെ അധരത്തിൽ നിന്നും സംഭാഷണത്തിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും അവർ സ്വീകരിച്ചവയോ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ പഠിച്ചവയോ ആയ എല്ലാം വാങ്മയമുള്ള പ്രഘോഷണം വഴിയും മാതൃക വഴിയും ക്രമവൽക്കരണങ്ങൾ വഴിയും കൈമാറിക്കൊണ്ട് അവർ ഈ ദൗത്യം വിശ്വസ്തയോടെ നിർവഹിച്ചു. സ്ലീഹന്മാരും അവരുടെ സഹകാരികളും എന്ത് ചെയ്തു? അവർ വിശ്വസ്തയോടെ ഈ സുവിശേഷത്തിന്റെ ദൗത്യം നിർവഹിച്ചു. എങ്ങനെ? ഇത് സൂക്ഷ്മമായി കൈമാറിക്കൊണ്ട്, എളിമയോടുകൂടെ കൈമാറിക്കൊണ്ട്. എന്തൊക്കെയാണ് കൈമാറുന്നത്? അവർ സ്വീകരിച്ചവയൊക്കെ, പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിൽ പഠിച്ചവയൊക്കെ വാക്മൂലമുള്ള പ്രഘോഷണം വഴി എന്ന് പറഞ്ഞാൽ വാക്കാൽ പ്രഘോഷിച്ചുകൊണ്ടും ജീവിത മാതൃക വഴിയും ചില പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടും ഒക്കെ അവർ ഇത് നിർവഹിച്ചുകൊണ്ടിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രേഖപ്പെടുത്തപ്പെട്ട സുവിശേഷം. നമ്മളൊരു കാര്യം കൂടി ഓർക്കണം. ഈ ശ്ലീഹന്മാരും
അവരുടെ കൂട്ടുവേലക്കാരും കൂടെ ആകുന്ന വിശുദ്ധ ഗ്രന്ഥകർത്താക്കളാണ് സുവിശേഷം പോലും രേഖപ്പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ മിശിഹ അവരെ കൊണ്ട് രേഖപ്പെടുത്തിപ്പിച്ച് അവർക്ക് ഫലമേൽപ്പിച്ചതാണ് സുവിശേഷം. അതുകൊണ്ടാണ് ഒരു പ്രൊട്ടസ്റ്റന്റുകാരന് ഈ ശൈഹിക ക്രമത്തിൽ നൽകപ്പെട്ട സുവിശേഷത്തെ ശൈഹിക ക്രമത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് സ്വന്തം നിലയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തത്. സ്ലീഹന്മാരുടെ സഭയോട് ചേർന്ന് നിൽക്കണം. സ്ലീഹന്മാരും അവരുടെ പിന്തുടർച്ചയും നിലനിൽക്കുന്ന, ചരിത്രപരമായി നിലനിൽക്കുന്ന സഭയോട് ചേർന്ന് നിൽക്കണം. അപ്പസ്തോലിക സഭയോട് ചേർന്ന് നിൽക്കണം. അപ്പോഴേ സുവിശേഷത്തിനും സുവിശേഷ പ്രഘോഷണത്തിനും അർത്ഥമുണ്ടാവുകയുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും, നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, എനിക്ക് അവരോട് വലിയ സ്നേഹമൊക്കെ ഉണ്ട്, മാനുഷികമായ വലിയ സ്നേഹമൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ പ്രൊട്ടസ്റ്റന്റ് സഹോദരങ്ങളൊക്കെയാന്ന് ചോദിച്ചു, അവർ വലിയ തീക്ഷ്ണതയോടെ സുവിശേഷം പ്രഘോഷിക്കുന്നതാണ്, എന്നിട്ട് മാമോദിസ കൊടുക്കുന്നതിനാണ്. ഒരു കാര്യം ഓർക്കണം, കൊടുക്കുന്ന മാമോദിസ എന്താണ്? അത് സ്ലീഹന്മാരോട് മിശിഹ പറഞ്ഞു, നിങ്ങൾ പോയി ശിക്ഷപ്പെടുത്തുവിൻ. ആ സ്ലീഹന്മാരുടെ സഭയോട് ശിക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് മാമോദിസ. മാമോദിസ ആര് കൊടുത്താലും അവരെ തൊട്ടടുത്ത ഘട്ടത്തിൽ ശൈഹിക സഭയിലേക്ക് നയിക്കണം. എന്ന് പറഞ്ഞാൽ ശൈഹിക സഭയിലേക്ക് നയിക്കാതെ മാമോദിസ കൊടുത്തിട്ട് തങ്ങളുടെ സംഘത്തിൽ പിടിച്ചു നിർത്തുന്നത് മാമോദിസയ്ക്കെതിരായ തിന്മയാണ്. ഒരു പ്രൊട്ടസ്റ്റന്റ് സഹോദരൻ മിശിഹായുള്ള സ്നേഹത്തിൽ ജ്വലിച്ചിട്ട് സുവിശേഷം പ്രഘോഷിക്കുന്നു എന്ന് കരുതുക. ആളുകൾ മാനസാന്തരപ്പെടുന്നു, എന്നിട്ട് മാമോദിസ സ്വീകരിക്കാൻ സന്നദ്ധനാവുന്നു എന്ന് കരുതുക. മാമോദിസ കൊടുത്ത് തന്റെ ഗ്രൂപ്പിലേക്കല്ല ചേർക്കേണ്ടത്. പകരം അവരോട്, ആ പ്രൊട്ടസ്റ്റന്റ് സഹോദരനും പറയണം, ഞാനും നിങ്ങളും ശൈഹിക സഭയുടെ ഭാഗമാകേണ്ടവരാണ് എന്ന് പറയണം. കാരണം മിശിഹ മാമോദിസയെ സ്ഥാപിച്ചത് തന്നെ താൻ അഭിഷേകം ചെയ്ത സ്ലീഹന്മാരുടെ കൂട്ടായ്മയുടെ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് മാമോദിസ ആര് കൊടുത്താലും അത് സ്വീകരിക്കുന്ന ആൾ ഈ ശൈഹിക സഭയിലേക്കാണ് പ്രവേശിക്കേണ്ടത് എന്ന് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഈ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന പ്രൊട്ടസ്റ്റന്റുകാരെയോ അല്ലെങ്കിൽ ഒരു സഭാംഗമല്ലാത്ത ഒരു മനുഷ്യനെയോ പുറത്തുനിന്ന് സഹായിക്കുമ്പോൾ പോലും, സ്ഥൈലേപനം എന്ന ശുശ്രൂഷയിലാണ് ഉള്ളിൽ നിന്ന് സഹായിക്കുന്നത്, ഒരു ഇൻഡ്വെല്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റോട് സഹായിക്കുന്നത്, മറ്റു പുറത്തുനിന്നുള്ള സഹായം. അങ്ങനെ സഹായിക്കുമ്പോൾ പോലുമുള്ള പരിശുദ്ധാത്മാവിന്റെ ഹിതത്തെ തിരിച്ചറിയണം. അത് കണ്ട് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ എന്ന് തെറ്റിദ്ധരിക്കരുത്. പകരം പരിശുദ്ധാത്മാവ് മിശിഹായെ പ്രഘോഷിക്കുന്ന ആരുടെയും അടുത്ത് ഒരു എക്സ്റ്റേണൽ ഹെൽപ്പിന് ചെല്ലുന്നതിന്റെ കാരണം മാമോദിസ ശൈഹിക സഭയിലേക്ക് ഒരാളെ പ്രവേശിപ്പിക്കാനുള്ളതാണ് എന്ന കാരണത്താൽ മാത്രമാണ്. ഒരിക്കലും മാമോദിസ കൊണ്ട് ഒരു പ്രൊട്ടസ്റ്റന്റ് സഹോദരന് കൊടുക്കുന്ന മാമോദിസയാൽ ആ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പിനകത്ത് അയാളെ തടഞ്ഞു നിർത്തുകയാണെങ്കിൽ മാമോദിസയുടെ അർത്ഥത്തിനും എതിരാണ്, മാമോദിസയുടെ ചൈതന്യത്തിനും എതിരാണ്, മിശിഹായുടെ കൽപ്പനയ്ക്കും എതിരാണ്. കേൾക്കുമ്പം പ്രൊട്ടസ്റ്റന്റ് സഹോദരൻ ചിലപ്പോൾ വിഷമം തോന്നാൻ സാധ്യതയുണ്ട്. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മാമോദിസ കൊടുത്തിട്ട് നിങ്ങൾക്ക് തരണമെന്നാണ് പറയുന്നത് എന്ന്. ഇത് ഞങ്ങൾക്കോ നിങ്ങൾക്കോ കൊടുക്കലല്ല, മിശിഹ സ്ഥാപിച്ച സഭയിലേക്ക് അവരെ ചേർക്കുകയാണ്. നമ്മളെല്ലാവരും ആ സഭയുടെ ശുശ്രൂഷകരാകണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഈശോ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ തൊഴുത്തിൽ പെടാത്ത ആടുകളും എനിക്കുണ്ട്. അതായത് എന്നെ സ്നേഹിക്കുന്ന ആടുകൾ എനിക്ക് ഉണ്ട്, ഈശോയുടേതായ ആടുകളുണ്ട് എന്ന് പറഞ്ഞാൽ പ്രൊട്ടസ്റ്റന്റ് സമൂഹങ്ങൾ പോലും ഈ തൊഴുത്തിൽ പെടാത്ത ആടുകളുണ്ട്. അത് ആടുകളാണ്, എന്റെ ആടുകളുമാണ്, എനിക്കുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഈശോ അതിലൂടെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്, അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ അമർത്തണം നിൽക്കണമെന്നല്ല, അവയെ ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഞാനിത് പറയുന്ന കേൾക്കുന്ന സ്നേഹമുള്ള പ്രൊട്ടസ്റ്റന്റ് സഹോദരങ്ങളുണ്ടെങ്കിൽ അവർ കാര്യം ഓർക്കണം, മിശിഹായുടെ സ്വപ്നം ഇതാണ്, അവിടുന്ന് സ്ഥാപിച്ച ശൈഹിക സഭയുടെ തൊഴുത്തിലേക്ക് ആര് ശേഖരിച്ച ആട്ടിൻ കുഞ്ഞുങ്ങളെ ആണെങ്കിലും കൊണ്ടുവരേണ്ടതുണ്ട്. അതാണ് രക്ഷയുടെ സുനിശ്ചിതമായ ഇടം. രക്ഷയുടെ സുനിശ്ചിതമായ ഇടം. അവിടെ നമ്മൾ ചെറുതായി പോകുന്നോ അല്ലെങ്കിൽ ശൈഹിക സഭയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടെ ഞങ്ങൾ വളർത്തിയ ഒരു ഗ്രൂപ്പിന് നഷ്ടപ്പെട്ടു പോകുന്നോ ഒന്നും വിചാരിക്കരുത്. നമ്മൾ ആരും ശുശ്രൂഷ ചെയ്യുന്നത് നമുക്ക് വേണ്ടല്ലോ. ഏത് പ്രൊട്ടസ്റ്റന്റ് സഹോദരനും ആലോചിക്കണം, നമ്മൾ ആര് സുവിശേഷം സ്വീകരിച്ചിരിക്കുന്നത് നമ്മുടെ സുവിശേഷമല്ല, നമ്മൾ എഴുതിയുണ്ടാക്കിയ സുവിശേഷവുമല്ല. പകരം സ്ലീഹന്മാരെ കർത്താവ് തിരഞ്ഞെടുത്ത് അവരെ കൊണ്ടും അവരുടെ ശിഷ്യഗണത്തെ കൊണ്ടും പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിപ്പിച്ച് അവർക്ക് തന്നെ സൂക്ഷിക്കാനായി പരിപാലിക്കാനായി ഭരമേൽപ്പിച്ച ആ സുവിശേഷത്തിന്റെ ശുശ്രൂഷകരാണ് നമ്മളെല്ലാവരും. അങ്ങനെയാണെങ്കിൽ ആ ശുശ്രൂഷ നിർവഹിക്കപ്പെടേണ്ടത് ആ സമൂഹത്തിനകത്താണ്. ആ ശൈഹിക കൂട്ടായ്മ നിലനിൽക്കുന്ന ഇടത്തിലാണ് ഇത് നൽകപ്പെടേണ്ടത്. അല്ലെങ്കിൽ അതിന് അർത്ഥമില്ലാതായി പോകും, അത് മീനിങ്ലെസ് ആയി പോകും എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണ് സഭയിലെ ഏതൊരു ശുശ്രൂഷയും, വിശുദ്ധ ഗ്രന്ഥം കൈകാര്യം ചെയ്യുന്ന ഏത് ശുശ്രൂഷയും ഓർക്കണം, ഒരു ബൈബിൾ കൊണ്ട് മാത്രം
റെവലേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. ഇതിന് ഈ രണ്ട് കാര്യം കൂടെ കൂടുതൽ വേണം. ഏതൊക്കെയാണ്? ഒന്ന് മജിസ്തേരിയം, രണ്ട് വിശുദ്ധ പാരമ്പര്യം. വിശുദ്ധ പാരമ്പര്യത്തെ കുറിച്ച് അടുത്ത ക്ലാസ് പറയാം. മജിസ്തേരിയത്തെ കുറിച്ച് തിരുസഭ പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? മജിസ്തേരിയം നോട്ട് ആൻ എക്സ്റ്റേണൽ പാർട്ട് ഓഫ് ദ സ്ക്രിപ്ചർ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പുറത്തുള്ള ഒരു റിയാലിറ്റി അല്ല മജിസ്തേരിയം, അഥവാ മെത്രാൻ സംഘത്തിന്റെ പ്രബോധനാധികാരം അവർക്കാണല്ലോ നൽകപ്പെട്ടിരിക്കുന്നത്. ഞാനത് ആ ഭാഗം ഒന്ന് വായിച്ചിരിക്കാം, CCC എന്ന് വായിക്കാം, 86 അതിങ്ങനെയാണ്. എന്നാലും സഭയുടെ പ്രബോധനാധികാരം 85 ലിഖിത രൂപത്തിലോ പാരമ്പര്യത്തിലുള്ള ദൈവവചനത്തെ അതിനെ ആധികാരികമായി വ്യാഖ്യാനിക്കാനുള്ള ധർമ്മം സഭയുടെ സജീവ പ്രബോധനാധികാരത്തിന് മാത്രമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ലിവിങ് മജിസ്തേരിയത്തെ വിളിക്കുന്നത് ചുമ്മാ പ്രബോധനാധികാരം എന്നല്ല, സജീവമായ പ്രബോധനാധികാരമാണ്, ജീവിക്കുന്ന പ്രബോധനാധികാരം. കാരണം എന്താണ്? ഒന്ന്, പരിശുദ്ധാത്മ വസിക്കുന്നു എന്നാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്താണെന്ന് അറിയാമോ? മജിസ്തേരിയം ആ 12 അപ്പസ്തോലന്മാർ കൊണ്ട് മരിച്ചതോടുകൂടെ തീർന്നു പോയില്ല. ലീവ്സ് ഇന്നും സ്ലീഹന്മാരിലൂടെ ജീവിക്കുന്ന, തുടരുന്ന, ജീവനുള്ള മജിസ്തേരിയമാണ്. ആ മജിസ്തേരിയത്തിനാണ് സുവിശേഷത്തെ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. ദൈവജനത്തെ ആധികാരിക വ്യാഖ്യാനിക്കുന്ന ധർമ്മം സഭയുടെ സജീവ പ്രബോധനാധികാരത്തിന് മാത്രമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. സഭയുടെ സജീവമായ പ്രബോധന അധികാരത്തിന് മാത്രമാണ് വിശുദ്ധ ഗ്രന്ഥത്തെ ആധികാരികമായി വ്യാഖ്യാനിക്കാനുള്ള ധർമ്മം നൽകപ്പെട്ടിരിക്കുന്നത്. ഇനി വാട്ട് ഈസ് മജിസ്തേരിയം? ആരാണ് മജിസ്തേരിയം? മജിസ്തേരിയം എന്ന് പറയുന്നത് റോമാ മെത്രാനായ മാർപ്പാപ്പയോട് ഐക്യത്തിൽ വർത്തിക്കുന്ന മെത്രാന്മാരുടെ സംഘത്തെയാണ് മജിസ്തേരിയം എന്ന് വിളിക്കുന്നത്. ഒരു മെത്രാനെ അല്ല, മെത്രാൻ സംഘത്തെയുമല്ല, പകരം റോമയിലെ പത്രോസിന്റെ പിൻഗാമിയോട് ഐക്യത്തിലായിരിക്കുന്ന മെത്രാൻ സംഘത്തെ. ഇത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ദ കൊളീജിയാലിറ്റി ഓഫ് ദ ബിഷപ്സ് ഇൻ കമ്മ്യൂണിയൻ വിത്ത് ദ പോപ്പ്. മാർപ്പാപ്പയോട് ഐക്യത്തിലായിരിക്കുന്ന മെത്രാൻ സംഘം എന്ന് പറഞ്ഞാൽ മെത്രാൻ സംഘം മൊത്തം കൂടിയാലും പ്രബോധനാധികാരമാവില്ല. മാർപ്പാപ്പ അതിന്റെ തലവനായിരിക്കുകയും കൂടെ ചെയ്യണം. അങ്ങനെയുള്ള മജിസ്തേരിയത്തിനാണ് ഈ പ്രബോധനാധികാരം. ഞാനത് ആ ഭാഗം കൃത്യമായിട്ട് വായിച്ചു വെക്കാലോ. 85 അതിനകത്ത്, അതായത് റോമ മെത്രാനായ പത്രോസിന്റെ പിൻഗാമിയോട് ഐക്യത്തിൽ വർത്തിക്കുന്ന മെത്രാന്മാരെയാണ് ഈ ചുമതല ഫലമേൽപ്പിച്ചിരിക്കുന്നത്. ഇതിനെയാണ് മജിസ്തേരിയം എന്ന് പറയുന്നത്. ഈ മജിസ്തേരിയം എന്താ ചെയ്യുന്നത്? യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് മജിസ്തേരിയം സഭ ഈ അധികാരം വിനിയോഗിക്കുന്നു. അപ്പൊ അതുകൊണ്ട് സഭയുടെ സജീവ അധികാരത്തിന്, പ്രബോധനാധികാരത്തിന് മാത്രമാണ് സുവിശേഷത്തെ ആധികാരികതയോടുകൂടെ വ്യാഖ്യാനിക്കാനുള്ള അധികാരം ലഭിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അല്ല. അതുകൊണ്ട് കഴിവുണ്ട് എന്ന് കരുതി, അല്ലെങ്കിൽ പ്രഘോഷണ ചാതുര്യമുണ്ട് എന്ന് കരുതി, എന്നെ കേൾക്കാൻ ധാരാളം ആളുകൾ വരുന്നുണ്ടല്ലോ എന്ന് കരുതി, ഒരുപക്ഷെ ഒരു മെത്രാൻ പ്രസംഗിക്കാൻ ഇറങ്ങിയാൽ ഉണ്ടാവുന്നേക്കാൾ കൂടുതൽ ആളുകൾ എന്നെ കേൾക്കാൻ ഉണ്ടല്ലോ എന്ന് കരുതി ഞാൻ സ്വന്തം നിലയ്ക്കൊരു ധ്യാനകേന്ദ്രം നടത്തി ആളുകളെ അവിടെ പിടിച്ചു വരുത്തി പഠിപ്പിച്ചു വിടാമെന്ന് വിചാരിക്കരുത്. പകരം അതെപ്പോഴും സൈഹിക അധികാരത്തിന്റെ കീഴിലും നിയന്ത്രണത്തിലായിരിക്കണം, നിയന്ത്രണത്തിലായിരിക്കണം, വിധേയത്വത്തിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ മിശിഹ സ്ഥാപിച്ച ശൈഹിക സഭയുടെ ശുശ്രൂഷയായി അത് മാറൂ. അല്ലാതെ ഒരിക്കലും അതൊരു ശുശ്രൂഷയായിട്ട് മാറില്ല എന്ന് നമ്മൾ ഓർക്കണം. ഇനി അതുകൊണ്ട് എന്താണ് ഈ പ്രബോധനാധികാരം വിശുദ്ധ ഗ്രന്ഥത്തിന് പുറത്തുള്ള ഒരു റിയാലിറ്റി അല്ല, പകരം വിശുദ്ധ വെളിപാടിന്റെ തന്നെ ഭാഗമാണ് ഈ പ്രബോധനാധികാരം. എന്ന് പറഞ്ഞാൽ മിശിഹ വെളിപ്പെടുത്തിയ ആ പ്രവൃത്തിയുടെ തന്നെ സ്വീകർത്താക്കൾ എന്ന് മാത്രമല്ല, അതിന്റെ ഭാഗം കൂടിയാണ് ഇവര്. എന്ന് പറഞ്ഞാൽ ഇവരിൽ കൈമാറ്റം ചെയ്തിരിക്കുന്നു എന്നതുകൂടി ഈ വെളിപാടിന്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ സുവിശേഷം അതിൽ തന്നെയല്ല പൂർണ്ണമാകുന്നത്, അതിനെ വ്യാഖ്യാനിക്കാനുള്ള അധികാരം കൂടെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് സുവിശേഷത്തിന്റെ തന്നെ നൽകപ്പെടൽ പൂർത്തിയാകുന്നത്. എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ആയിട്ടുള്ള, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റുകളോ ഒരു പുസ്തകമോ അല്ല ബൈബിൾ, പകരം ദൈവിക വചനമാണ് ബൈബിൾ. ആ വചനത്തിന്റെ വ്യാഖ്യാതാക്കളും കൂടെ അതിന്റെ ഇന്റേണൽ ആൻഡ് ഇന്റഗ്രൽ പാർട്ടായിരിക്കുമ്പോഴാണ് അത് വചനമാകുന്നത്. ഇതൊരു ഭയങ്കര പ്രധാനപ്പെട്ട തിയോളജിക്കൽ എലമെന്റ് ആണ്. വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കാൻ അധികാരമുള്ള ആ സംഘവും കൂടെ ചേരുമ്പോഴേ, വിശുദ്ധ ഗ്രന്ഥത്തോട് ചേരുമ്പോഴേ വെളിപാട് എന്ന കാര്യം സമഗ്രതയിൽ പൂർണ്ണമാവുകയുള്ളൂ. ബൈബിൾ മാത്രമുണ്ടെങ്കിൽ
വിശുദ്ധ വചനമാവില്ല. അത് വെറും ബൈബിളായിട്ട് നിൽക്കും. വിശുദ്ധ ഗ്രന്ഥവും പ്രബോധന അധികാരവും കൂടെ വേണം. മൂന്നാമത് വിശുദ്ധ പാരമ്പര്യം കൂടെ വേണം. ഇതാണ് ഈ ട്രയാങ്കിൾ. നമ്മൾ രണ്ടത്തെ കുറിച്ച് എന്ത് പറയുന്നുള്ളൂ. ഇനി അങ്ങനെ പറയുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടെ പറയണം. 86 നമ്മളിങ്ങനെ വായിക്കും, എന്നാലും സഭയുടെ ഈ പ്രബോധനാധികാരം ദൈവവചനത്തിന് അതീതമല്ല, അതിന് ശുശ്രൂഷ നടത്തുകയാണ് ചെയ്യുന്നത്. പരമ്പരാഗതമായി ലഭിച്ചവ മാത്രമാണ് സഭ തന്റെ ഔദ്യോഗിക പ്രബോധനത്തിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മെത്രാൻ സംഘത്തെ കേൾക്കുന്നതിന് ഒരു വിഷമം വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം അവർക്ക് തോന്നുന്നത് പറയുകയല്ല അവർ ചെയ്യുന്നത്. പകരം തലമുറകളിലൂടെ, പാരമ്പര്യത്തിലൂടെ ആദ്യം മുതൽ മിശിഹായിൽ നിന്ന് നൽകപ്പെട്ടത് സുരക്ഷിതമായി സംരക്ഷിക്കപ്പെടുന്ന ഇടമാണ് അവര്. അതുകൊണ്ട് മെത്രാന്മാരെന്ന് പറഞ്ഞാൽ, മെത്രാൻ സംഘം എന്ന് പറഞ്ഞാൽ ദേറെ മെമ്മറി. അവരൊരു ഓർമ്മയാണ്. എന്തിന്റെ ഓർമ്മ? മിശിഹായുടെ സജീവ സ്മരണയാണ് സ്ലീഹന്മാർ കൈമാറ്റം ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു സൈഹിക ക്രമം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അപ്പസ്തോലിക പിന്തുടർച്ച എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്നറിയാമോ? നമ്മൾ ചിന്തിക്കുന്നത് മെത്രാന്മാരുടെ അധികാരം പുതിയ മെത്രാന് പകർന്നു കൊടുക്കുന്നു എന്നാണ്. അല്ല, മെത്രാന്മാരുടെ അധികാരം വെറുതെ പകർന്നു കൊടുക്കലല്ല സൈഹിക പിന്തുടർച്ച എന്ന് പറയുന്നത്. പരിശുദ്ധ പിതാവ് ബെന്നിക്സ് മാർപ്പാപ്പ അതിനെ കുറിച്ചിങ്ങനെ പറയും. കൊമ്മൂണിയോയെ കുറിച്ച് പറയുന്ന സ്ഥലങ്ങളിലാണ് നമ്മളത് കൂടുതൽ കാണുന്നത്. പാപ്പ ഇങ്ങനെ പറയും, അവർ യഥാർത്ഥത്തിൽ എന്താണ് കൈമാറുന്നത്? ഒരു അധികാരമല്ല കൈമാറുന്നത്, പകരം അവര് മിശിഹായുടെ മെമ്മറി ഓഫ് ക്രൈസ്റ്റ് ആണ് കൈമാറുന്നത്. അഥവാ അതിന്റെ സുരക്ഷിതത്വത്തിന്റെ സൂക്ഷിപ്പുകാരാണ് അവർ. സുരക്ഷിതമായി സൂക്ഷിക്കുന്നവരാണ്. അതിനെ കലർപ്പ് കൂടാതെ സൂക്ഷിക്കാനുള്ള അധികാരമാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് അവരുടെ മഹത്വം. അപ്പൊ അതിനോട് വിധേയപ്പെടുമ്പം നമ്മൾ കലർപ്പില്ലാത്ത ഒരു ഓർമ്മയോടാണ് കണക്റ്റഡ് ആകുന്നത്. അതുകൊണ്ടാണ് ആ ഓർമ്മയാണ് വലുത്. ആ ഓർമ്മ സൂക്ഷിക്കുന്ന ബ്രെയിൻ അല്ല വലുത്, അല്ലെങ്കിൽ ആ ഓർമ്മ സൂക്ഷിക്കുന്ന മനുഷ്യരല്ല. അവരിലാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് നമ്മൾ ബഹുമാനം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അവരുടെ ക്വാളിറ്റിയിലല്ല നിലനിൽക്കുന്നത്, പകരം ആ ഓർമ്മ തന്നെയാണ് അതിന്റെ വലിയ ഘടകം. അതുകൊണ്ട് ആ ഓർമ്മയാണ് പ്രഘോഷിക്കപ്പെടേണ്ടത്. ആ ഓർമ്മ അവർക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരോട് ചേർന്ന് നിൽക്കാനുള്ള കടമ സുവിശേഷ പ്രഘോഷണത്തിന്റെ ആന്തരികമായ നെസസിറ്റിയാണ്, അതിൻ്റെ തന്നെ പാർട്ടാണ് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് സ്ലീഹന്മാരും അവരുടെ പിൻഗാമികളുമാണ് സുവിശേഷ പ്രഘോഷകരെന്നും അപ്പസ്തോലിക സംപ്രേഷണം, അപ്പസ്റ്റോലിക് ട്രാൻസ്മിഷൻ എന്നത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ തന്നെ ഇന്റേണൽ ആൻഡ് ഇന്റഗ്രൽ പാർട്ടാണ് എന്നും ഓർക്കണം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പൊതുവിൽ ചുരുക്കത്തിൽ പറയാനുള്ളത്. നമുക്ക് കൂടുതൽ ക്ലാരിറ്റികളിലേക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ പോകാം. ചോദ്യോത്തരങ്ങളിലേക്ക് വരുമ്പോഴും നമുക്ക് പോകാം. ഞാൻ ഇതിൻ്റെ ഒരു ബേസിക് സ്വഭാവം പറഞ്ഞതാണ്. വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വസ്തുവല്ല. സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് വായിച്ച ഏതൊരാളും തന്റെ ബുദ്ധിയും ജീവിതാനുഭവം വെച്ച് വ്യാഖ്യാനിക്കുന്നതല്ല, പകരം ഈ ഓർമ്മയുടെ വാക്കുകൾ പ്രഘോഷിക്കലാണ്. അത് ആ ഓർമ്മയോട്, ശ്ലൈഹിക പാരമ്പര്യത്തിന്റെ ട്രാൻസ്മിഷനോട് ചേർന്ന് നിന്ന് മാത്രം ചെയ്യേണ്ട ദൗത്യമാണ് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ചോദ്യത്തിലേക്ക്. അച്ഛൻ ഈശ്വരിക്കട്ടെ, ഞാൻ പറയുന്നത് കേൾക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ അച്ഛൻ ഇന്ന് പറഞ്ഞ ക്ലാസ് വളരെ റെലവെന്റ് ആണ്. സിസ്റ്റർ പറഞ്ഞ പോലെ ഇപ്പൊ ഒത്തിരി അവനവനിസം പറയുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അത് കാരണം അത് കൂടുതൽ ആൾക്കാർ ബൈബിൾ വായിച്ചിട്ട് ഞാൻ പറയുന്നതാണ് ശരിയെന്നുള്ള മട്ടില് ഈ അച്ഛന്മാർക്കും മെത്രാന്മാർക്കൊന്നും അത്ര അറിയത്തില്ല എന്ന രീതിയിൽ ഒരു ട്രെൻഡ് വരുന്നതായിട്ട് ഞാൻ പലപ്പോഴും സോഷ്യൽ മീഡിയയിലും നമ്മുടെ സൗഹൃദ ഗ്രൂപ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ചിലരൊക്കെ ഞാൻ പറയുന്നുണ്ട്, ഇന്നലെ എന്നോട് കർത്താവ് ഇങ്ങനെ സംസാരിച്ചു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത് ശരിക്കും നമ്മൾ സഭയുടെ സൈഡിൽ നിന്ന് വളരെ ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സൂം ഗ്രൂപ്പില് പുള്ളി ആക്ച്വലി ഈ നമ്മുടെ ഈ ദശാംശം എന്നുള്ള ഒരു ടീച്ചിങ് അത് പഴയ നിയമത്തിലെ കാര്യങ്ങൾ കോട്ട് ചെയ്ത് പറഞ്ഞു. പക്ഷേ പുതിയ നിയമത്തിൽ കർത്താവ് വിധവയുടെ കൊച്ചുകാശ്, അതുപോലെ 1 കൊറിന്ത്യൻസിൽ നിങ്ങൾക്ക് ആവുന്നത് പൂർണ്ണ മനസ്സോട് കൊടുക്കുക എന്നുള്ള ഇതാണ്. അപ്പൊ ഇപ്പോഴും ഇവർ ഈ ന്യായപ്രമാണത്തിന്റെ രീതിയിൽ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ള രീതിയിൽ മോശ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇപ്പോഴും പ്രത്യേകിച്ച് കരിസ്മാറ്റിക് മൂവ്മെന്റിലാണ് ഞാനിത് കാണുന്നത് പലപ്പോഴും. ഇതിനെപ്പറ്റി അച്ഛന്റെ അഭിപ്രായം എന്താണ്? ദശാംശത്തെ കുറിച്ച് ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ദശാംശം കൊടുക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ പഴയ നിയമത്തിന്റെ ഒരു പ്രബോധനമാണ്. ദശാംശം എന്ന് പറഞ്ഞാൽ തന്റെ വരുമാനത്തിന്റെ തനിക്കുള്ളതിന്റെ 1/10 ദൈവത്തിന് സമർപ്പിക്കുക എന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, പഴയ നിയമത്തിൻ്റെതായിരുന്നു എന്നതുകൊണ്ട്
പുതിയ നിയമത്തെ കാലഘട്ടത്തിൽ അത് ചെയ്യേണ്ടതില്ല എന്നർത്ഥമില്ല. പകരം ആകെ ഓർക്കേണ്ടത് അതൊരു പുതിയ നിയമത്തിന്റെ നിയമമല്ല എന്ന് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ദശാംശം കൊടുക്കുക എന്നുള്ളത് ഒരു സഭയുടെ നിയമമല്ല, 11 കൊണ്ടെന്നുള്ളൊരു നിയമമല്ല. പക്ഷെ പ്രോത്സാഹിപ്പിക്കപ്പെടാവുന്ന ഒരു നന്മയാണ്, തനിക്കുള്ളതിന്റെ ഒരു പങ്ക് കൊടുക്കുക. അങ്ങനെ ഒരു പഴയ നിയമകാലഘട്ടത്തിന്റെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കൊടുക്കാൻ കഴിയുന്നവർ അത് കൊടുക്കുന്നത് നല്ലതാണ് എന്ന് പ്രചോദിപ്പിക്കാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ഒത്തിരി അനുഭവങ്ങൾ ഒത്തിരി ആളുകൾക്ക്, അതിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു നന്മകളുടെ അനുഭവങ്ങളൊക്കെ ഒത്തിരി ആളുകൾക്ക് പറയാനും ഉണ്ടാവും. പക്ഷെ ഈ രണ്ട് ഡിഫറൻസ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് സഭയുടെ പദവാരം കൊടുക്കുക എന്ന് പറയുന്ന നിയമത്തിന് തുല്യമല്ല ദശാംശം കൊടുക്കുക എന്ന് പറഞ്ഞു. ഈ ദശാംശത്തെ കുറിച്ച് തന്നെ പറയുമ്പോൾ പല ആളുകളും പല വിധത്തിൽ ചോദിക്കാറുണ്ട്. എന്നോട് തന്നെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, ഈ ദശാംശം എന്താ ചെയ്യണം? ഞാൻ ആ ദശാംശമൊക്കെ പാവങ്ങൾക്ക് കൊടുക്കാറുണ്ടെന്ന് പറയും ചിലര്. ഞാൻ ഇവിടെ നേർച്ചപ്പെട്ടി ഇടാറുണ്ടെന്ന് പറയും. ചിലർ പറയും ഞാൻ പകുതി ഇതിനും പകുതി അതിനും ഉപയോഗിക്കാറുണ്ടെന്ന് പറയും. ശരിക്കും ദശാംശം കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് അത് തിരുസഭാ ശുശ്രൂഷയ്ക്ക് കൊടുക്കലിനെയാണ് ദശാംശം എന്ന് വിളിക്കേണ്ടത്. ഇനി അതിനെ കുറിച്ച് നമുക്ക് വേണം നമ്മുടെ നിയോഗം പറയാമെന്ന് മാത്രം. ഞാനിത് ഇപ്പൊ ഉദാഹരണത്തിന് ഇടവപ്പള്ളിയിൽ കൊണ്ട് കൊടുക്കുന്നു. അത് കൊടുക്കുന്ന കൂട്ടത്തിൽ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ആതുര ശുശ്രൂഷയും കൂടെ ഇതിനകത്ത് കുറച്ച് എടുത്ത് ചെയ്യണം, സഭ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ ഇന്റൻഷൻ ഓഫ് ദ ഡോണർ കീപ്പ് ചെയ്തുകൊണ്ട് ആ ഇടവക സമൂഹമോ അവിടുത്തെ വികാരിയച്ഛനോ അത് കൃത്യമായി അതിനുവേണ്ടി ചെലവഴിക്കും. ഉദാഹരണത്തിന് ഇപ്പൊ എന്റെ ദശാംശം 10,000 രൂപയുണ്ട്. അതിനകത്തുനിന്ന് 2,000 എങ്കിലും മരുന്ന് മേടിക്കാൻ വേണ്ടി കൊടുക്കണമെന്ന് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആ 2,000 മരുന്ന് മേടിക്കാൻ വേണ്ടി തന്നെ ഉപയോഗിച്ചിരിക്കണം. അതിനെയാണ് ഇന്റൻഷൻ ഓഫ് ദ ഡോണർ എന്ന് പറയുന്നത്. അപ്പൊ അത് സഭയെ ഫലമേൽപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ശരിയായ രീതി. സഭയെ ഫലമേൽപ്പിക്കുക എന്നുള്ളതാണ്. ഞാനായിട്ട് കുറച്ച് ചാറ്റുകൾ ചെയ്യുക എന്നതിനേക്കാളും സഭയെ ഫലമേൽപ്പിക്കുക. ഒപ്പം നമ്മുടെ ആഗ്രഹം എന്താണോ അത് നമുക്ക് പറയുകയും ചെയ്യാം. അപ്പോഴാണ് ഇപ്പൊ പറഞ്ഞ ഒരു സെൽഫ് ഗ്ലോറി എന്നതിന്റെ അപ്പുറത്ത് സഭ ചെയ്യുന്ന ഒരു ശുശ്രൂഷയുടെ പങ്കാളിയായി ഞാൻ മാറുകയൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ദശാംശം കൊടുക്കൽ പ്രോത്സാഹിപ്പിക്കപ്പെടാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരു നിയമമായി അവതരിപ്പിക്കാനും പാടില്ല. കാരണം അത് പുതിയ നിയമത്തിന്റെ നിയമവുമല്ല. എന്നാൽ പുതിയ നിയമത്തിന്റെ നിയമം എന്താണ് ശരിക്കും? പുതിയ നിയമത്തിന്റെ നിയമം എന്ന് പറഞ്ഞാൽ ദശാംശം കൊടുക്കണമെന്നല്ല, നിന്നെ മുഴുവനും കൊടുക്കണമെന്നുള്ളതാണ്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ നീ ദൈവത്തിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് നീ അവിടുത്തെ അനുഗമിക്കണം. തന്റെ തന്നെ കുരിശും പിടിച്ചുകൊണ്ട് നീ അനുഗമിക്കണം. അപ്പോ പഴയ നിയമത്തിൽ 10 എന്നാ പറയണമെങ്കിൽ പുതിയ നിയമത്തിൽ 100 എന്നാണ് പറയുന്നത്. 100ന്റെ പ്രബോധനത്തിന്റെ കാലഘട്ടത്തിൽ 10% കൊടുത്ത് പെർഫെക്റ്റ് ആകുമെന്ന് നമ്മളും കരുതരുത്, അങ്ങനെ കരുതിപ്പിക്കുകയും ചെയ്യരുതെന്നാണ് അതിനെക്കുറിച്ച് പെട്ടെന്ന് പറയാവുന്നത്. ഈ രണ്ടും കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ നോക്കിയാൽ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ ഇന്ന് പറഞ്ഞ ക്ലാസ് കേട്ട പോലെ ഇതുപോലെ ഇങ്ങനെ പലരും ഇങ്ങനെ മാതാവ് പറഞ്ഞു, ഈശോ പറഞ്ഞു, അങ്ങനെ പറഞ്ഞുള്ള പ്രഭാഷണങ്ങളാണ് കൂടുതൽ ഇപ്പൊ കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോൾ ഞങ്ങളിപ്പോ അത് ഒഴിവാക്കാറുണ്ട്. അവരാധികാരിയായിട്ട് ഈശോ പറഞ്ഞു എന്ന് പറയുമ്പോ തന്നെ പിന്നെ ഇത് കേൾക്കാറില്ല അങ്ങനെ വരുമ്പം. അപ്പൊ എന്റെ ഒരു സംശയം എന്താന്ന് വെച്ചാൽ അതിന്റെ ഇടയ്ക്ക് ആത്മാർത്ഥമായിട്ട് സുവിശേഷം പ്രഘോഷിക്കാൻ ആഗ്രഹിക്കുന്നവര്, സുവിശേഷം മാത്രമല്ല പലതരം ശുശ്രൂഷകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ഒരു പ്രശ്നമായിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പം അച്ഛൻ പറഞ്ഞില്ലേ അഭിയന്ത പിതാക്കന്മാരുടെ അനുവാദത്തോടു കൂടെ ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പൊ ഞങ്ങളെ പോലെ സാധാരണക്കാർക്ക് അങ്ങനെ ഒരു അത് കിട്ടാൻ അത്ര എളുപ്പമല്ലല്ലോ. അപ്പോ ഏതെങ്കിലും ഒരു വൈദികനോട് നമ്മൾ ചെയ്യാൻ പോകുന്ന ശുശ്രൂഷ അവരോട് പറയുകയും അവരുടെ അനുവാദം വാങ്ങിക്കുകയും അത് ചെയ്താൽ മതിയോ? ഇപ്പൊ ഞങ്ങള് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ജപമാല ചെല്ലുന്നുണ്ട്, അങ്ങനെ ചെറിയ ചെറിയ ശുശ്രൂഷകൾ. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വൈദികനോട് അനുവാദം ചോദിച്ചാൽ മതിയോ? പ്രാക്ടിക്കലി ശരിക്കും കൃത്യമായി പറയുകയാണെങ്കിൽ ചുമ്മാ ഒരു അച്ഛന്റെ ഗ്രൂപ്പ് ആയാലും പോരാ. അഥവാ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഈ അച്ഛൻ ശരിക്കും പറഞ്ഞാൽ വികാരി അച്ഛൻ ആണെങ്കിൽ അച്ഛൻ ശരിക്കും പറഞ്ഞാൽ പിതാവിന്റെ പ്രതിനിധിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്യാം. പക്ഷെ അതിന്റെ കൂടുതൽ ഏറ്റവും അത് ഫോർമലായിട്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ നമുക്കൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ സ്പിരിച്വൽ ഫാദർ ആയിട്ടോ ഡയറക്ടർ ആയിട്ടോ ഞങ്ങൾക്ക് ഈ അച്ഛനെ ഒന്ന് വെച്ച് തരാമോ പിതാവേ എന്ന് ചോദിക്കാമല്ലോ. അപ്പൊ ഒരു ഒഫീഷ്യൽ അപ്പോയിന്റ്മെന്റ് നടത്തണമെന്ന് പോലുമില്ല, പിതാവിന് അത് അംഗീകരിക്കാം. ഓക്കെ, അങ്ങനെയാണ് അച്ഛൻ നിങ്ങളെ സഹായിക്കും, എന്തെങ്കിലും കാര്യങ്ങളുണ്ട് അച്ഛൻ എന്നോട് റിപ്പോർട്ട് ചെയ്തോളും, അച്ഛൻ പറയുന്ന തൽക്കാലം ചെയ്യൂ, ഞാൻ അച്ഛനോട് കോണ്ടാക്ട് ചെയ്തോളാം എന്ന് പിതാവ് വാക്കാൽ പറഞ്ഞാലും അതൊരു ഉത്തരവ് തന്നെയാണ്. പിതാവ് വാക്കാൽ പറഞ്ഞാലും ഉത്തരവ് തന്നെയാണ്. അപ്പൊ ഞങ്ങൾ ഈ അഭിയന്ത പിതാക്കന്മാർ സാധാരണക്കാരായ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഈ അഭിയന്ത പിതാക്കന്മാരൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് സന്ദേശം അയക്കാനൊക്കെ പറ്റുമോ? ഒരു കുഴപ്പവുമില്ല. അത് അവിടുത്തെ നമ്മളെ സഹായിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ല, അച്ഛന്മാരൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അവരോട് പിതാവിനെ നമുക്ക് ഒരു ദിവസം പോയി കാണണം എന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം ഒരു അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് പിതാവിനെ ചെന്ന് കണ്ട്
ഞങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ പിതാവിന്റെ അംഗീകാരത്തിലല്ലാതെ ചെയ്യാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് വന്നതാണ് പിതാവെ. ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാറൊക്കെയാണ്. അതിന് കുഞ്ഞു പ്രാർത്ഥനാ കൂട്ടായ്മയൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇടവകയുടെ കൂട്ടായ്മയോട് ഒരിക്കലും അതിനെ അകന്ന് നിൽക്കുകയല്ല, അതിനോട് തന്നെ ചേർന്ന് നിൽക്കുകയുള്ളൂ. ഞങ്ങളെ നിയന്ത്രിക്കാനും നോക്കാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഡയറക്റ്റ് ചെയ്യാനായിട്ട് ഒരാളെ പിതാവ് ഒന്ന് വെച്ച് തന്നാൽ ഞങ്ങൾ ആ കൂട്ടത്തിൽ സുരക്ഷിതരായിട്ട് നിന്നോളാം, അങ്ങനെ ഒരാളെ തരാമോ എന്ന് ചോദിക്കും. അപ്പൊ സാധാരണ ഇതിൽ പിതാക്കന്മാർ ചോദിക്കും, നിങ്ങൾക്ക് ആരെങ്കിലും ആഗ്രഹമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പം നമുക്ക് വേണം പറയാം, ഈ അച്ഛൻ ഞങ്ങളെ സഹായിക്കുക, ഇറക്കി പോരോ, ഞങ്ങൾ ബ്ലസ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ആ അച്ഛനോ ആണെങ്കിലും നല്ലതാ, അല്ല പിതാവിന് ഇഷ്ടമുള്ള ആരായാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരാളെ തരികയൊക്കെ ചെയ്യും. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഭയങ്കര സേഫ് ആയിരിക്കും. അപ്പൊ ഒരാൾ ചുമ്മാ പേരിന് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുകയല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാ കാര്യങ്ങളും കുറഞ്ഞ പക്ഷെ അച്ഛനെ അറിയിക്കുകയും എന്ന് പറഞ്ഞാൽ പബ്ലിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയ ഒരു ഷെയറിംഗ് സെഷനും കൂടെ നടത്തുന്നുണ്ട്. അപ്പൊ ഷെയർ ചെയ്ത കാര്യം ഇതാണ്, എന്താണ് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ആ ഷെയർ ചെയ്യുന്നയാൾ നേരത്തെ അച്ഛനോടൊന്ന് പറഞ്ഞ് പെർമിഷൻ മേടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് അങ്ങനെ പോകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചിലപ്പം അത് പറഞ്ഞു എന്ന് പറയുന്ന ഒരു അംഗീകാരം മാത്രമായിരിക്കും. പക്ഷെ അതിന് ഒരാൾ സ്വന്തം നിലയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ വലിയ പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ ശക്തിയുണ്ട്. ആ സമയത്ത് നമ്മൾ മിശിഹായുടെ ആ ക്രമവൽക്കരണത്തോട് കണക്റ്റഡ് ആയിരിക്കും. അത് നമ്മളെ ഒരു ഇൻഡിപെൻഡന്റ് ആൾ എന്നതിനേക്കാൾ സഭയുടെ കൂട്ടായ്മയിലെ ഒരാൾ ആക്കി ഉയർത്തും. അതൊരു വലിയ സ്ഥാനത്തിലേക്ക് പ്രവേശിക്കലായി മാറും. അതുകൊണ്ടാണ്. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഞാൻ അമേരിക്കയിലാണ് ഉള്ളത്. അപ്പൊ ഞാൻ മലയാളത്തിലാണ് ശുശ്രൂഷകൾ ചെയ്യുന്നത്. ഒരു നാട്ടിലുള്ള ഒരു അച്ഛന്റെ ഓൺലൈൻ ധ്യാനത്തിലെ പരിശുദ്ധ അമ്മയെ പറ്റി പറയാൻ 2-3 പ്രാവശ്യം അച്ഛൻ അനുവദിച്ചായിരുന്നു. അപ്പം അത് ഞാൻ അച്ഛന്റെ അനുവാദത്തോടു കൂടിയാ ചെയ്തത്. അപ്പം അച്ഛന്റെ ക്ലാസ്സുകളും കുറെ കേട്ടിട്ടും അങ്ങനെയൊക്കെ ചെയ്തത്. അപ്പൊ അങ്ങനെ വരുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നാട്ടിലുള്ള പിതാവിനോടാണോ അനുവാദം ചോദിക്കുക? അപ്പൊ അമേരിക്കയിലുള്ള അവർക്ക് അത് മനസ്സിലാവില്ലല്ലോ. പ്രാക്ടിക്കലി നമ്മളങ്ങനെ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വന്തം രൂപതാധ്യക്ഷന്റെ അനുവാദം വേണം. രൂപതകൾ ശരിക്കും അങ്ങനെ ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് തൃശ്ശൂർ രൂപതയുടെ കാര്യം എനിക്കറിയാം. തൃശ്ശൂർ രൂപതയിലെ ഇങ്ങനെ വചന പ്രഭാഷണ ശുശ്രൂഷകളിലൊക്കെ ഏർപ്പെടുന്നവരെ അവിടുത്തെ കരിസ്മാറ്റിക് ഡയറക്ടറുടെ നേതൃത്വത്തിലാണെന്ന് തോന്നുന്നു എല്ലാ വർഷവും കുറെ ദിവസങ്ങൾ ഒരുമിച്ച് കൂട്ടുകയും അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കുകയും അവർക്ക് അതിന്റെ അംഗീകാരത്തിന്റെ ഒരു 10ാം തീയതി ഒരു ലൈസൻസ് പ്രിന്റ് ചെയ്ത് പിതാവിന്റെ ഒപ്പോട് കൂടെയുള്ള ഒരു ഇത് കൊടുക്കുകയും ചെയ്യും. അതെല്ലാ വർഷവും അവർ പുതുക്കണം. അടുത്ത വർഷം കിട്ടിയില്ലെങ്കിൽ പിന്നെ അവർക്കത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവർ ഒഫീഷ്യലായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എത്ര രൂപകൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ഒരു സംവിധാനം നിർബന്ധമായിട്ടും വേണം. അല്ലെങ്കിൽ നമ്മൾ അത് മേടിച്ചിട്ടുണ്ടാവണം. രൂപതാധ്യക്ഷൻ നമ്മുടെ രൂപതാധ്യക്ഷൻ അനുവദിക്കുകയും ഒരച്ഛൻ വിളിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് പോവുകയും ക്ലാസ് എടുക്കുകയും ഒക്കെ ചെയ്യാം. പ്രത്യേകിച്ച് ഫെയ്ത്ത് ആൻഡ് മൊറൽസുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ, ചുമ്മാ പാരന്റിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുക്കാനാണ് വിളിക്കുന്നത്, നിങ്ങൾ ചുമ്മാ പോയി എടുത്തു, ആരെയും ഒന്നും നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ആത്മീയ ശുശ്രൂഷയാണ് ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ഇത് ചെയ്തിരിക്കണം. അവിടെ മാത്രമേ കൃപയുണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുകയാണ്. അതൊരു അനിഷേധ്യ സത്യമാണ്. അല്ലെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഞാനിങ്ങനെ ഇരുന്ന് പറയുമോ? അല്ലെ, എനിക്ക് സ്വന്തം നിലയ്ക്ക് പറയാലോ എന്ന് വിചാരിക്കല്ലേ? നോ, ഞാനത് ചെയ്താൽ മാത്രമേ ഞാൻ പറയുന്നതിനും വിലയുണ്ടാവുകയുള്ളൂ, അത് ദൈവത്തിൻ്റെതാവുകയുള്ളൂ. അച്ഛൻ എടുത്ത ക്ലാസ്സിൽ ഒരു സംശയം തോന്നിയതാണ്. ഈ പ്രൊട്ടസ്റ്റന്റുകാര് ബാപ്റ്റിസം കൊടുത്തിട്ട് സഭയിലേക്ക് അനയിക്കാന്ന്. അങ്ങനെ ഒരു ലേമൻ അങ്ങനെ ഒരു ബാപ്റ്റിസം കൊടുക്കാനുള്ള പെർമിഷൻ ഉണ്ടോ? അത് വാലിഡ് ആണോ? അതായത് പരിശുദ്ധ മാമോദിസയുടെ എല്ലാ കൂദാശകളുടെയും ശരിയായ ഓർഡിനറി മിനിസ്റ്റർ എന്ന് പറയുന്നത് മെത്രാനാണ്. ഇനി മറ്റു കൂദാശകളിൽ നിന്ന് വ്യത്യസ്തമായി പരിശുദ്ധ മാമോദീസ എന്ന കൂദാശയ്ക്ക് മാത്രം ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? അതിന്റെ പരികർത്താക്കൾ അഭ്യന്തര പിതാവും വൈദികരും ഒക്കെ ആണെങ്കിൽ പോലും പൗരസ്ത്യ സഭകളുടെ കാനോൻ നിയമം അനുസരിച്ച് ഏതൊരു ക്രിസ്ത്യാനിക്കും ഒരു ഇൻ ഡേഞ്ചർ ഓഫ് ഡെത്തിൽ, അതായത് ഒരാൾ മരണത്തിന്റെ വക്കിൽ നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു വൈദികൻ ലഭ്യമല്ല എന്ന സാഹചര്യത്തിൽ ഏതൊരു അൽമായനും മാമോസ് കൊടുക്കും. ഇനി വേറെ കാര്യം കൂടിയുണ്ട്. ലത്തീൻ കോഡ് അനുസരിച്ചാണെങ്കിലോ ഏതൊരാൾക്കും മാമോസ് കൊടുക്കാം എന്ന് പറഞ്ഞാൽ അതിന് ക്രിസ്ത്യാനി പോലും ആകണമെന്നില്ല. പക്ഷെ വേറെ കണ്ടീഷൻസ് ഉണ്ട്. എന്താണത്? സഭയുടെ നാമത്തിലായിരിക്കണം കൊടുത്തിട്ടുണ്ടാവുക. കൊടുക്കുന്ന കാര്യം എന്താണെന്ന് അയാൾ അറിയുകയും അയാളത് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടാവണം. സഭ നിഷ്കർഷിക്കുന്ന ക്രമത്തിലായിരിക്കണം കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ കൊടുക്കുന്ന മാമോദിസയും വാലിഡാണ്. അതിനെയാണ് നമ്മൾ വീട്ടുമാമോദിസ എന്നൊക്കെ പറയാറില്ലേ? വീട്ടുമാമോദിസ കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോഴും അത് ഞാനൊരു മുൻ ക്ലാസ്സുകളിൽ മാമോദിസയെ കുറിച്ചുള്ള ക്ലാസ്സിനകത്ത് ഇതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. അത് ഇടവക പള്ളിയിൽ പോയിട്ട് ഒരു സാക്ഷിയോടുകൂടെ പോയിട്ട് അത് രേഖപ്പെടുത്തിപ്പിക്കണം.
ഇന്നയാളുടെയും ആ കുട്ടിയെ അല്ലെങ്കിൽ ഇന്നയാളെ മാമോസ് കൊടുത്തു, ഇന്ന ഡേറ്റിലാണ്, ഇന്നയാളാണ് സാക്ഷി, ഇങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ, ഡേറ്റ്, പേര്, ഇന്ന പേരിലാണ് മാമോസ് കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടുത്തെ മാമോസ രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. അവിടെ കാർമ്മികന്റെ പേരിന്റെ സ്ഥാനത്ത് ആ ആളുടെ പേരായിരിക്കും ഉണ്ടാവുക. ഇനി ആ കുഞ്ഞ് രക്ഷപ്പെടുകയാണെന്ന് വിചാരിച്ചു. രക്ഷപ്പെടുകയാണെങ്കിൽ പള്ളിയിൽ കൊണ്ടുപോവുകയും മാമോസയുടെ ബാക്കി കാര്യങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യും. അപ്പൊ വീട്ടുമാമോസയില് ആ മാമോസയുടെ ആ കൃത്യം ഫോം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ മാമോസ മുക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് ജലമൊഴിച്ച് ചെയ്യുന്ന മാമോസയുടെ കോർ കാര്യം മാത്രം ഉണ്ടാവും. ബാക്കി കാര്യങ്ങളെല്ലാം ഒക്കെ ആണല്ലോ, വിശ്വാസ പ്രഖ്യാപനം, പുതിയ വസ്ത്രം ധരിപ്പിക്കൽ, തിരി തുടങ്ങി ഇങ്ങനെ തുടങ്ങുന്ന എല്ലാം കൂടി ചേരുന്നതൊക്കെ ബാക്കി കാര്യങ്ങൾ ദേവാലയത്തിൽ പൂർത്തീകരിക്കും. എന്നിട്ട് അതിന്റെ റിമാർക്ക് കോളത്തിൽ ഇന്ന ദിവസം ഈ ദേവാലയത്തിൽ വെച്ച് ഇത് പൂർത്തീകരിച്ചു എന്ന്, മാമോസ പൂർത്തീകരിച്ചു എന്ന് രേഖപ്പെടുത്തുകയും ചെയ്യും. അപ്പം അതുപോലും വാലിഡ് ആയിരിക്കുന്നതുകൊണ്ട് ഒരു പെന്തക്കോസ്തക്കാരൻ കൊടുക്കുന്ന മിശിഹായുടെ നാമത്തിൽ, ത്രിത്വത്തിന്റെ നാമത്തിലുള്ള പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള മാമോദീസയായി വാലിഡാണ്. പക്ഷേ അതിന്റെ പർപ്പസ്, അതിന്റെ ഗോളും കൂടെ പൂർത്തിയാകുമ്പോഴേ മാമോസ പൂർത്തിയാകുന്നുള്ളൂ. മാമോദീസ ഇനിഷ്യേറ്റ് ചെയ്യപ്പെട്ടു എന്നേ പറയാൻ പാടുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെന്തക്കോസ്തക്കാരൻ, പ്രൊട്ടസ്റ്റന്റുകാരൻ മാമോസ കൊടുക്കുമ്പോൾ പരിശുദ്ധ മാമോസ ഇനിഷ്യേറ്റ് ചെയ്യപ്പെട്ടു. ഇനി പൂർത്തിയാകാൻ എന്ത് വേണം? പൂർത്തിയാകണമെങ്കിൽ അതിന്റെ മാമോസയുടെ പ്രവൃത്തിയിലോട്ട് പ്രവേശിക്കണം. കാരണം മാമോസ കൊടുക്കുന്നത് വഴി, അതാര് കൊടുത്താലും അത് മിശിഹായുടെ നാമത്തിലുള്ള സഭയിലേക്ക് പ്രവേശിക്കലാണല്ലോ. മിശിഹായുടെ സഭയിലേക്ക് പ്രവേശിക്കലാണല്ലോ. മിശിഹായുടെ ഉദ്ധിത ശരീരമാകുന്ന അവിടുന്ന് ഒരു സഭയെ സ്ഥാപിച്ചിട്ടുള്ളൂ. ആ സഭയിലേക്ക് പ്രവേശിക്കലാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനും കൂടെ അനുവദിക്കണം, അല്ലെങ്കിൽ പകുതിക്ക് ഒന്നിങ്ങനെ നിൽക്കും എന്ന് വേണം പറയാം. അതുകൊണ്ട് പ്രൊട്ടസ്റ്റന്റുകാരായ ഒരാൾ മാമോസ കൊടുത്ത ഒരു ഒരാളെ സഭ സ്വീകരിക്കുന്ന സമയത്ത് വീണ്ടും മാമോസ കൊടുക്കേണ്ടതില്ല. പകരം കത്തോലിക്ക വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിൽ മാത്രം നടത്തിയാൽ മതി. ആ ആളുടെ മാമോദിസ ആ സഭയിലേക്ക് പ്രവേശിക്കുന്നതോടെ പൂർണ്ണമായി തീരും, വാലിഡായി തീരും. ശ്രദ്ധിച്ച് കേൾക്കണം, ഒരു പ്രൊട്ടസ്റ്റന്റുകാരൻ കൊടുക്കുന്ന മാമോദിസ അതിൽ തന്നെ അപൂർണമാണ്. ഈ കാരണത്താൽ സഭയിലേക്ക് സ്വീകരിക്കപ്പെടുന്നതോടുകൂടെ, ഫോർമലായിട്ട് സഭയുടെ ഭാഗമാകുന്നതോടെ ആ മാമോദിസ പൂർണ്ണമാവുകയും അത് അർത്ഥപൂർണ്ണമാവുകയും ചെയ്യും. അച്ഛാ, ഈ മാമോദീസയുടെ കാര്യം പറഞ്ഞപ്പോ ഇപ്പൊ ഒരു കാര്യം കൂടിയല്ല, നമ്മള് CCCയിൽ വായിക്കുന്നുണ്ട്. CCC 1270 മാമോദീസ സ്വീകരിക്കാൻ ആർക്ക് കഴിയുന്നുള്ള അത് വായിച്ചു കഴിയുമ്പോഴത്തേനും അതിന്റെ അവസാനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അതായത് മാമോദീസ സ്വീകരിക്കുന്നവർക്ക്, ഇതുവരെയും മാമോദീസ സ്വീകരിച്ചിട്ടില്ലാത്ത ആർക്കും അതിന്റെ അവസാനത്തിൽ വരുമ്പോ ഉണ്ടല്ലോ അച്ഛാ, മാമോദീസ കൊടുക്കാൻ, അതായത് മാമോദീസ ഇതുവരെയും മാമോദീസ സ്വീകരിച്ചിട്ടില്ലാത്ത വ്യക്തിക്ക് മാമോദീസ കൊടുക്കാം എന്ന് ഇതുണ്ടല്ലോ അച്ഛാ. അതെങ്ങനെയാ അച്ഛാ ഇത് ചെയ്യുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്? മാമോസ കൊടുക്കാന്ന് പറഞ്ഞാൽ ഇതുവരെ മാമോസ സ്വീകരിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് മാത്രമേ ആ കൂദാശ കൊടുക്കാവൂ എന്ന് പറഞ്ഞാൽ അത് പരികർമ്മം ചെയ്യുന്ന ആളെ കുറിച്ചല്ല പറയുന്നത്, റിസീവ് ചെയ്യുന്ന ആളെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇപ്പം വിശുദ്ധ കുർബാന ഒരിക്കൽ സ്വീകരിച്ചിട്ടുള്ളവർക്ക് വീണ്ടും കൊടുക്കാം, കുമ്പസാരം സ്വീകരിച്ചിട്ടുള്ളവർക്ക് കൊടുക്കാം, പക്ഷെ മാമോസ സ്വീകരിച്ചിട്ടുള്ളവർക്ക് പിന്നെ കൊടുക്കാൻ പറ്റില്ല. അതാണ് പറഞ്ഞത്. അതായത് മാമോസ ഒരിക്കൽ മാത്രം നൽകപ്പെടുന്ന ആത്മാവിൽ മായാത്ത മുദ്ര പതിപ്പിക്കുന്ന കുദാശകളിലൊന്നാണ് എന്ന് പറയുന്നതാണ് അവിടെ. നോൺ ബാപ്റ്റൈസ്ഡ് ആയിട്ടുള്ള ഒരാൾ പോയി മറ്റുള്ളവർക്ക് മാമോസ കൊടുക്കാമെന്നല്ല അതിന്റെ അർത്ഥം. ഒരു സംശയം. ഇപ്പം POC ബൈബിളിന്റെ ഒരു പുതിയ വേർഷൻ വന്നിട്ടുണ്ട്. എനിക്കറിയേണ്ടത് ഇത് തമ്മിൽ, പഴയ വേർഷനാണ് ഇപ്പോൾ ഓൺലൈൻ എല്ലായിടത്തും കിട്ടുന്നത്. ഇത് തമ്മിൽ നമുക്ക് അർത്ഥത്തിൽ എന്തെങ്കിലും വലിയ വ്യത്യാസം ഉണ്ടോ എന്നുള്ളതാണ്. കാരണം കുറച്ചുകൂടെ കാരണം പറഞ്ഞേ. അല്ല, ഒരു പശീത്ത ബൈബിളാണ് ശരിക്കും സീറോ മലബാറിൻ്റെത്, POC അല്ലാന്നും പറയുന്നുണ്ട്. അത് ശരിയാണോ? POC ഒരു സ്റ്റഡി ബൈബിൾ മാത്രമാണെന്നും പറയുന്നുണ്ട്. അതായത് ഇതിന് രണ്ടിനും ചില കാരണങ്ങളുണ്ട്. അതായത് പശീത്ത ബൈബിൾ ആണ് നമ്മുടെ എന്താ പറയാ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലുള്ളതും ആ കോണ്ടെക്സ്റ്റിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതുമായ ബൈബിളിന്റെ വേർഷൻ വിശുദ്ധ ബൈബിളാണ്. ഇപ്പൊ ലാറ്റിൻ വുൾഗാട്ട ഉള്ളതുപോലെ പൗരസ്ത്യ സഭയുടേത് ശരിക്കും ഇതാണ്. എന്നാൽ POC ബൈബിൾ അത് വെറും സ്റ്റഡി ബൈബിൾ എന്ന് പറയേണ്ടതില്ല, പകരം അത് 3 റീത്തുകളും കൂടെ ഒരുമിച്ച് ചേർന്ന് സഭയിലെ വലിയ വിശുദ്ധ പണ്ഡിതരുടെ, ഭാഷാ പരിജ്ഞാനമുള്ളവരുടെ നേതൃത്വത്തിൽ നടത്തിയ ട്രാൻസ്ലേഷനാണ്. ഇനി ആ ട്രാൻസ്ലേഷന്റെ പുതിയ നവീകൃത രൂപം അതൊത്തിരി ഇംപ്രൂവ്ഡ് ആണ്, അതൊത്തിരി നന്നായിട്ടുണ്ട്, കൂടുതൽ വ്യക്തതയുള്ളതാണ്. വ്യക്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തെ അവ്യക്തത, പഴയ വിശുദ്ധഗ്രന്ഥത്തിന്റെ മൂലരൂപത്തിലെ അവ്യക്തതകൾ നിലനിർത്തിക്കൊണ്ട് ഉള്ളതുകൂടിയാണ്. അപ്പൊ അതിന് കുറെ കൂടെ മൂല ഭാഷയോട് ആധുനിക ഭാഷയിൽ സാമ്യം പുലർത്തുന്നതാണ്.
മൂലഭാഷയോട് ആധുനിക ഭാഷയിൽ സാമ്യം പുലർത്തുന്നതാണ്. അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. സഭ അതിനെ അനുവദിക്കുന്നുണ്ടല്ലോ. പക്ഷെ നമുക്ക് ലിറ്റർജിക്കൽ പർപ്പസിനൊക്കെ വിശുദ്ധ ബൈബിൾ ഒരു പൗരസ്ത്യ സഭ ഉപയോഗിക്കുന്നത് ഉചിതമാണ് എന്നും കൂടെ പറയാം. അച്ഛാ, ഈശം ശേഷിയായിരിക്കട്ടെ. എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞതാണ്, അവരുടെ മകൾ ഒരു നഴ്സാണ്. മരിക്കാറാകുന്ന കുഞ്ഞുങ്ങൾക്ക് അവര് മാമോദിസ കൊടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ സാധുത ഈ കോണ്ടെക്സ്റ്റിലൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഞാൻ മാമോദിസയെ കുറിച്ച് ഒരു ഫുൾ എപ്പിസോഡിൽ മുഴുവനും സംസാരിച്ചത്, പറ്റുവാണെങ്കിൽ അതൊന്ന് കാണണേ, അതൊന്ന് കേൾക്കണേ. വീട്ടുമാമോദിസയെ കുറിച്ചാണ് ചോദിച്ചത്. വീട്ടുമാമോദിസ മരിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിന് കൊടുക്കാനുള്ള അധികാരം അതിന്റെ അടുത്ത് നിൽക്കുന്ന ഒരാൾക്കുണ്ട്. ഒരു വൈദികനെ ലഭ്യമാകാനില്ലാത്ത സാഹചര്യത്തിലാണെങ്കിൽ മാമോദിസ കൊടുക്കാൻ കഴിയും. കൊടുത്തു കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കണ്ടല്ലോ. മാമോദിസ കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇടവപ്പള്ളിയിൽ അത് റിപ്പോർട്ട് ചെയ്യണം, അവിടുത്തെ രജിസ്റ്ററിൽ എഴുതിപ്പിക്കണം, സാക്ഷി ഉണ്ടാവണം. അത് കൊടുത്തതിന് മാത്രമല്ല, കൊടുത്തതിന് സാക്ഷി ഇല്ലേ പോലും അത് പോയി രേഖപ്പെടുത്തുന്നതിന്, അത് അറിയിക്കുന്നതിനൊരു സാക്ഷി ഉണ്ടാവണം. ഇങ്ങനെ തുടങ്ങുന്ന കുറെ കാര്യങ്ങളൂടെയുണ്ട്. പിന്നെ ഒരു കാര്യം ഉറപ്പായിട്ട് വിചാരിക്കണം, മരിക്കും എന്ന് ഉറപ്പുണ്ടായിരിക്കുകയും ആ ഒരു വൈദികനെ എത്തിക്കാൻ കഴിയുകയില്ല എന്ന് ഉറപ്പുണ്ടായിരിക്കുകയും ചെയ്യുന്ന സമയത്ത് മാത്രമേ അത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും ഒരു വൈദികനെ കണ്ടുമുട്ടാനില്ലാത്ത ഒരു ദ്വീപിൽ നിങ്ങൾ രണ്ടുപേർ ഒറ്റപ്പെട്ടു പോവുകയും മറ്റേയാൾ മാമോദിസ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്തും കൊടുക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. കർത്താവായ മിശിഹായെ, അവിടുന്ന് ഞങ്ങളെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് അന്ന് പാലസ്തീനയിൽ അങ്ങയോടൊപ്പം ജീവിച്ചിരുന്നവർക്ക് നൽകിയ അതേ സൗഭാഗ്യത്തിന് ഞങ്ങളെയും അങ്ങ് പങ്കുകാരാക്കിയത്. അതിനുവേണ്ടി അവിടുന്ന് സ്ഥാപിച്ച സംവിധാനമായിരുന്നു പരിശുദ്ധ സഭയുടെ ശ്ലൈഹിക ക്രമം. ആ ശ്ലൈഹിക ക്രമത്തിലാണ് ഞങ്ങളും ജീവിക്കേണ്ടതും ആ ശ്ലൈഹിക ക്രമത്തിൽ നിന്നാണ് ഞങ്ങളും ഫലങ്ങൾ സ്വീകരിക്കേണ്ടതും. നല്ല ഈശോയെ, ഞങ്ങളുടെ ശുശ്രൂഷകരെയൊക്കെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുസഭയുടെ ശ്ലൈഹിക ക്രമത്തോട് ചേർന്ന് നിൽക്കുന്നവരാകാനും അങ്ങനെ ഫലപ്രദമായി സുശേഷം പ്രഘോഷിക്കുന്ന തീക്ഷ്ണമതികളാകാനും അവിടുന്ന് അവരെ അനുഗ്രഹിക്കണമേ. അതുവഴിയാണല്ലോ സുവിശേഷം ശുദ്ധമായി കലർപ്പ് കൂടാതെ ഈ ലോകത്തിൽ പ്രഘോഷിക്കപ്പെടുന്നത്. അതിൽ നിന്ന് മാത്രമാണല്ലോ ഫലങ്ങൾ, ദൈവം ആഗ്രഹിക്കുന്ന ദൈവിക ഫലങ്ങൾ ഉണ്ടാകുന്നത്. കർത്താവെ, ഞങ്ങൾക്കല്ല കർത്താവെ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകാനും പരിശുദ്ധ സഭയ്ക്ക് വളർച്ചയും പുരോഗതിയും ഉണ്ടാകാനും കഴിയുന്ന വിധത്തിൽ അവിടുന്ന് ഞങ്ങളുടെ ശുശ്രൂഷകളെ പരിവർത്തനപ്പെടുത്തണമേ. കർത്താവായ നമ്മെ ഓരോരുത്തരെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും അവിടുത്തെ സുവിശേഷത്തിന് കൂട്ട് വേലക്കാരാകാൻ ശക്തരാക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.